സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്താനും നാം തയ്യാറാകണമെന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. ചോദിക്കുക എന്ന് പറഞ്ഞാൽ ചോദിക്കണമെന്നില്ല. ചോദിക്കാതെ തന്നെ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഖുർആൻ അത് ഏത് ഭാഷയിലുണ്ട്. ഒരു ചോദ്യമായിട്ട് അവതരിപ്പിക്കുകയും എന്നിട്ട് അതിന്റെ ഉത്തരം പറയുകയും ചെയ്യുന്ന സമീപനം ഏത് ഭാഷയിലുണ്ട്. അങ്ങനെയാകാം, ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടാകാം, രണ്ട് നിലക്കുമാകാം. ഏതായാലും അവർ നിന്നോട് ചോദിക്കുന്നു അനിൽ അഹില്ലത്തി. ഇവിടെ എഴുതിയത്, ഇതിപ്പോ ഏത് പരിഭാഷയെന്നറിയില്ല, ഇതിലെഴുതിയത് ചന്ദ്രക്കലകളെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു എന്നാണ്. അഹില്ലത്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലകൾ എന്ന അർത്ഥമില്ല. ഭാഷയിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ ഖുർആനിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഹിലാല് അഹില്ലത്ത് എന്ന് മാസപ്പിറവികൾക്ക് ഭാഷാപരമായിട്ട് പറയാമെങ്കിലും ഖുർആനിൽ ആ പദം ആ അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഖുർആനിൽ അഹല്ല, ഉഹില്ല, ഒമാ ഉഹില്ല ലി ഗൈരില്ലാഹി എന്നൊക്കെ ഖുർആൻ ഉപയോഗിച്ചത് റഫഅ സൗത എന്നാണ് അതിനർത്ഥം. ശബ്ദമുയർത്തുക എന്നാണ്. അവകാശങ്ങൾക്ക് വേണ്ടിയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ ശബ്ദമുയർത്തുന്നത്, ആ ശബ്ദമുയർത്തേണ്ടതിനെ കുറിച്ച് അതിനെപ്പറ്റിയാണ് അവർ നിന്നോട് ചോദിക്കുന്നത്. പ്രഖ്യാപനങ്ങളെ കുറിച്ച് എപ്പോഴാണ് ഈ പ്രഖ്യാപനങ്ങളും നമ്മുടെ അവകാശങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് അവർ നിന്നോട് ചോദിക്കുന്നത്. ഖുൽ, നീ പറയുക, ഹിയ, അത് മവാഖീതു ലിന്നാസ് വൽ ഹജ്ജ്, അത് മനുഷ്യർക്ക് വേണ്ടിയുള്ള, മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള സമയമാണത്. വൽ ഹജ്ജ്, ഹജ്ജിനുള്ള സമയവുമാണത്. ഇവര് പറയുന്ന ഇന്ന് നിലവിലുള്ള അർത്ഥത്തിനാണെങ്കിൽ ചന്ദ്രക്കലകൾ ഹജ്ജിനല്ല, സാധാരണ പെരുന്നാൾ ആഘോഷത്തിനും നോമ്പിനൊക്കെയാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു അനുഷ്ഠാന ആചാരത്തിന് മാസപ്പിറവികളുടെ ആവശ്യത്തെ കുറിച്ചാണെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾ പ്രധാനമായിട്ടും ചന്ദ്രക്കലയെ ആശ്രയിക്കുന്നത് പെരുന്നാൾ ആഘോഷത്തിനും അതുപോലെ തന്നെ നോമ്പിന്റെ അനുഷ്ഠാന സമയം നിശ്ചയിക്കുന്നതിനുമൊക്കെയാണ് ചന്ദ്രക്കലകളുടെ കാണലിനെ ഇന്ന് ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ആശ്രയിക്കുന്നത്. ഹജ്ജിന്റെ സമയത്തെ അല്ല. ഹജ്ജ് എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10-നാണ് ഇന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരിക്കലും ഒരു മാസപ്പിറവിയുടെ കാണലുമായി ബന്ധപ്പെട്ടതല്ല. മാസപ്പിറവി കണ്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ആരംഭിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ആ മാസപ്പിറവി കണ്ട ഉടനെ ചെയ്യേണ്ട ഒരു കർമ്മമായി നിശ്ചയിക്കപ്പെട്ടതല്ല. ഇന്ന് നിലവിലുള്ള ഹജ്ജാ പറയുന്നത്. ഖുർആൻ പറയുന്ന ഹജ്ജല്ല, ഇന്ന് നിലവിലുള്ള ഹജ്ജ്. ഹജ്ജല്ല ഇന്നത്തെ വിഷയം എന്നത്, അതല്ല. പിന്നെ പറയണ വലൈസൽ ബിർറു, പുണ്യമല്ല. വീടുകളിൽ നിങ്ങൾ ചെല്ലുന്നത് പുണ്യമല്ല. മിൻ ളുഹൂരിഹ, അതിന്റെ പിറകുവശത്തു കൂടി. ഇവരെഴുതിയത് അതല്ല, നിങ്ങളുടെ വീടുകളിൽ അവയുടെ പിൻവശങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു ചെല്ലുന്നത് കൊണ്ട് ഒരു പുണ്യവും കൈവരികയില്ല. വലാകിന്നൽ ബിർറ, എന്നാൽ പുണ്യം മനിത്തക്ക, സൂക്ഷ്മത പുലർത്തുകയും ബഹുത്തുൽ ബുയൂത്ത, വീടുകളിൽ ചെല്ലുകയും ചെയ്യുക, മിൻ അബ്വാബിഹ, അതിന്റെ വാതിലുകളിലൂടെ പ്രവേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കും. ഇതാണ് ഇന്ന് നിലവിലുള്ള അർത്ഥം. ഇവിടെ വീടുകളുടെ പിന്നിലൂടെ പ്രവേശിക്കരുത് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ സ്ത്രീകളിൽ, നമ്മുടെ സഹോദരിമാരിൽ ഭൂരിഭാഗവും വീടുകളുടെ പിന്നിലൂടെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കാറുള്ളത്. അതൊക്കെ കുറ്റകരമായി വരുമപ്പോൾ വീട്ടിന്റെ പിൻവശം, വാതിലിന്റെ പിൻവാതിലിലൂടെയാണ് അധിക സ്ത്രീകളും വീട്ടിലേക്ക് പ്രവേശിക്കാറുള്ളത്. കാരണം അവരധികവും മുൻവശത്തുകൂടി വരാറില്ല. കാരണം മുൻവശത്ത് ആളുകൾ അധികവും ആണുങ്ങളൊക്കെ ഇരിക്കുന്ന കാരണമായി നമ്മളെല്ലാം തൊടിയിൽക്കൊക്കെ വല്ല ആവശ്യത്തിനും ഇറങ്ങിയാൽ അധികവും പിൻവാതിലിലൂടെയാണ് ഉള്ളിലേക്ക് വരല്. അടുക്കള ഭാഗത്തു കൂടിയാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് വരല്.
അതൊക്കെ കുറ്റകരമാണെന്നും അതിലൊന്നും പുണ്യവുമില്ല എന്ന് പറഞ്ഞ ആ വാതിൽ തന്നെ അടയ്ക്കാൻ പറയാ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ എഴുതിക്കണം നോക്കാം, അബുവാബിഹ, വാതിലുകളിൽ കൂടി നിങ്ങൾ കടന്നു ചെല്ലുവീൻ വീടുകളുടെ. ഞാൻ ഒരിക്കലും നിങ്ങളോട് തന്നെ ചോദിക്കണ്ടായി, വീടുകളുടെ വാതിലുകളിലൂടെ അല്ലാതെ പിന്നെ ഏതിനെ കടക്കുകയാണ്? വാതിൽ കൂടി അല്ലാതെ പിന്നെ ജനലിൽ കൂടി കിടക്കാൻ പറ്റുമോ? ഇന്നത്തെ വാർപ്പ് കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഓട് പൊളിച്ചിട്ടും കിടക്കാൻ പറ്റൂല. പഴയതും പിന്നെ ഓട് വിട്ട വീടുകളൊക്കെ ആണെങ്കിൽ ഓട് പൊളിച്ചിട്ടെങ്കിലും വീട്ടിൽ കിടക്കാം. അല്ലെങ്കിൽ ആ രാജ്യക്കാരൊക്കെ ഓട് പൊളിച്ചിട്ടായിരുന്നു കടന്നിരുന്നത്. അറബികളൊക്കെ ജനലിൽ കൂടിയായിരുന്നു ആളുകളൊക്കെ അന്നത്തെ കാലത്ത് വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? വാതിൽ കൂടി കിടക്കണം ഇന്ന് മുതൽ എന്ന് ഖുർആൻ പറഞ്ഞു. ഈ രൂപത്തിലാണ് ഇന്ന് നമ്മളിപ്പോ ഈ അർത്ഥം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. നിങ്ങൾ വീടുകളുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക, അതാണ് പുണ്യകരമായ കാര്യം. അത് ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. മുൻവാതിലൂടെ അവരാന്റെ വീട്ടിലേക്ക് കടന്നാൽ എന്ത് ബിറാണ് അതുകൊണ്ട് കിട്ടുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവനാന്റെ വീട്ടില് മുൻവാതിലിലൂടെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ എന്ത് പുണ്യം കിട്ടുമെന്നാണ് പടച്ചതമ്പുരാന്റെ നിന്ന് എന്ത് പുണ്യം കിട്ടുമെന്നാണ് ഈ പറയണത്. ആ സമൂഹം, ഞാൻ ചോദിക്കട്ടെ, അറബികളായ സമൂഹം ജനലിൽ കൂടിയായിരുന്നു വീട്ടിന്റെ ഉള്ളിൽ കിടന്നിരുന്നത്? കാറ്റായിരുന്നു അന്നത്തെ ജനങ്ങളൊക്കെ ജനലിൽ കൂടി, അല്ലെങ്കിൽ ജനല് പറിച്ച് അല്ലെങ്കിൽ ഓട് പൊളിച്ചിട്ട് ഉള്ളിൽ കിടക്കുക. അപ്പൊ സത്യത്തിൽ നമ്മളിപ്പോ എന്താ ഒരു പദത്തിനൊക്കെ അബുവാബ് എന്ന് പറഞ്ഞ വാതിലുകൾ എന്നല്ലേ അർത്ഥം എന്ന് ചോദിച്ചപ്പോ നമ്മൾ എന്താ പറയുക, ഭാഷയിൽ അങ്ങനെയല്ലേ അർത്ഥം എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ അർത്ഥം. പക്ഷെ ഖുർആനിനെ നമ്മളതാണ്, ഞാൻ എപ്പോഴും പറയണത് എന്താണ്, ഖുർആനിന്റെ ഭാഷയാണ്. അതിന് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. ഖുർആനിൽ അബുവാബ് എന്ന് പറഞ്ഞാൽ വാതിലുകൾ എന്ന് പറയുന്നത് ഒരു വാതിലുള്ള വീടുണ്ട്, 100 വാതിലുള്ള വീടുണ്ട്, 10 വാതിലുള്ള വീടുണ്ട്. ഇങ്ങനെ വീടുകളിൽ വാതിലുകൾ ഇഷ്ടം പോലെയുണ്ട്. ആ വാതിലുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈ ബുയൂത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ താമസിക്കുന്ന വീടുമല്ല. ഇപ്പൊ ബൈത്ത് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന ഒരു വ്യവസ്ഥിതിയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സ്ഥാപനമാണത്. ഏത് സ്ഥാപനത്തിന്റെയും ഏത് ആശയത്തിന്റെയും ഏത് പ്രത്യയശാസ്ത്രത്തിന്റെയും ഏത് സംഘടനയായാലും അതൊക്കെ ഒരു സ്ഥാപനമായി നമ്മൾ കണക്കുകൂട്ടുകയും ആ സ്ഥാപനത്തിന്റെ ശരിയായ വശത്തുകൂടി ശരിയായ അബുവാബ്, അതിന്റെ ശരിയായ വാതിലിലൂടെ ശരിയായ മാർഗത്തിലൂടെ നിങ്ങൾ അതിൽ പ്രവേശിക്കുകയും ചെയ്യണം. പിൻവാതിലിലൂടെ നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കരുത്. അതൊരു ആശയമാണെങ്കിലും അതൊരു സ്ഥാപനമാണെങ്കിലും ഒരു സംഘടനയാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതാണ് ബൈത്ത്, ഒരു സ്ഥാപനം. അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിന്റെ പിൻവാതിലിലൂടെ നിങ്ങൾ കടക്കരുത്. അത് ലോകത്ത് വമ്പിച്ച ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന ആശയം. അത് എന്തുമാത്രം ഉന്നതമായ ഒരു ആശയമാണ് ലോകത്തോട് പറയുന്നത് നിങ്ങൾക്കറിയോ? ലോകം പല പ്രശ്നങ്ങൾക്കും ലോകം തകർന്നടിഞ്ഞത് ഈ ആയത്തിന്റെ പ്രായോഗികത, ഈ ആയത്ത് നടപ്പിൽ വരാത്തത് കൊണ്ടാണ്. അനർഹരായ ആളുകൾ, അതിന് അവകാശപ്പെട്ടതല്ലാത്ത ആളുകൾ, ആ സ്ഥാനമാനത്തിനും ആ പദവിക്കും അർഹതല്ലാത്ത ആളുകൾ പിൻവാതിലിലൂടെ ആ സ്ഥാനത്തേക്ക് കയറിപ്പറ്റി ഒരു രാജ്യമായാലും ഒരു സംഘടനയായാലും ഒരു പ്രസ്ഥാനമായാലും പിൻവാതിലിലൂടെ അതിനെ നുഴഞ്ഞു കയറി ആ പ്രസ്ഥാനത്തെയോ ആ സംഘടനയെയോ ആ സ്ഥാപനത്തെയോ ഒരു രാജ്യത്തെയോ തന്നെ നശിപ്പിക്കാൻ ഇത് കാരണമാകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അർഹരായ ആളുകൾ അതിന്റെ യോഗ്യതയനുസരിച്ച് അതിന്റെ ശരിയായ വാതിലുകളിൽ തന്നെ അതിന്റെ ശരിയായ മാർഗത്തിലൂടെ തന്നെ ആ പ്രസ്ഥാനത്തിലേക്കായാലും ആശയത്തിലേക്കായാലും ഒരു സ്ഥാപനത്തിലേക്കായാലും നിങ്ങൾ പ്രവേശിക്കണം. ഇത് ലോകത്ത് നടപ്പിൽ വരാത്തതാണ് ലോകത്തുണ്ടായ പല പ്രശ്നങ്ങൾക്കും കാരണം. അനർഹരായ ആളുകൾ, ഒരു മെഡിക്കൽ സീറ്റ് അനർഹരായ ഒരു സ്റ്റുഡന്റ് അത് 50 ലക്ഷവും 60 ലക്ഷവും കൊടുത്ത് അവൻ അനർഹമായി യോഗ്യതയുള്ള അർഹതപ്പെട്ട ആളുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹതപ്പെട്ട ആളുകൾ മാറി നിൽക്കുമ്പോൾ അനർഹരായ ആളുകൾ അതിൽ കയറിക്കൂടുമ്പോൾ പിൻവാതിലിലൂടെ ആ സീറ്റ് നേടിയെടുക്കുമ്പോൾ ഇവൻ ഇതിന്റെ പേരിൽ
ലക്ഷക്കണക്കിന് രോഗികളെയാണ് ഇവന്റെ ചൂഷണത്തിന് ഇരയാവുന്നത്. ഇവൻ പഠിച്ചു പുറത്തു വരുമ്പോൾ ഇവന്റെ കഴിവുകളുടെ ഇവൻ പരീക്ഷണ വസ്തുവാക്കുന്നത് ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ രോഗികളിലാണ്. അനർഹമായി ഇവൻ നേടിയ സമ്പത്ത് കൊടുത്തുകൊണ്ട് നേടിയ ഈ സമ്പത്ത് ഇവന്റെ നേടിയെടുക്കാൻ വേണ്ടി അനർഹമായ രീതിയിൽ ഈ ചികിത്സാ രീതി അവൻ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഏത് മേഖലയിലാണ്? ഇപ്പൊ ഞങ്ങൾ അധ്യാപകരാണ്. അർഹതപ്പെട്ട ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ അനർഹരായ ആളുകൾ 25, 30, 35 ലക്ഷവും കൊടുത്തുകൊണ്ട് പിൻവാതിലിലൂടെ നിയമനം നേടുമ്പോൾ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാതെ വരികയും സമൂഹത്തിന് അവകാശപ്പെട്ട ജ്ഞാനം ലഭിക്കാതെ വരികയും ചെയ്തു. ഇത് നിസ്സാരമായ പ്രശ്നമാണ്. ഇങ്ങനെ ഇതിന്റെ വിശാലമായ അർത്ഥത്തിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ബാക്കി ഞാൻ പറയുന്നില്ല. ലോകം താറുമാറാകാനുണ്ടായ ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വചനത്തെ കൊണ്ടുപോയി സാധാരണ അവനാന്റെ വീട്ടിലേക്ക് കിടക്കണ കാര്യമാക്കി മാറ്റിയതുകൊണ്ട് ഒരു ആയത്തിന്റെ പ്രസക്തി ലോകത്ത് നഷ്ടപ്പെടാനുണ്ടായ കാരണം നമ്മളൊന്ന് ആലോചിച്ചു. ഇതാ ഞാൻ പറയുന്നത്. ഇത് നിസ്സാരമായ ഒരു ചെറിയ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു. ഇതിന്റെ വിശദമായ വ്യാഖ്യാനങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളതിന് കേട്ടാൽ മതി. ചെറിയ സൂചനകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വിശദമായ അതിന്റെ എല്ലാ മേഖലകളിലേക്കും പോയി ഇത് താറുമാറാക്കിയ ലോകത്തിന്റെ ഗതി തന്നെ തകർത്ത് അടിക്കാൻ ഒരു കാരണമാക്കി. ഒരായത് വീടിന്റെ വാതിൽ കൂടി കിടക്കണങ്ങൾ. ഇതന്നെയാണ് യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞത്. അതൊക്കെ ഞാൻ ബാബുകൾ വന്ന ആയത്തുകളൊക്കെ കഴിയുന്നത്ര ബാബുകൾ വന്ന ആയത്തുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആന്റെ ദാർശനിക മാനം 3-ാം വാല്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. യൂസുഫ് നബിയുടെ വല്ലിക്കത്തിൽ അബുവാബു എന്ന് പറയുന്നത് സ്ഥലത്ത് തന്നെ എന്ന് പറഞ്ഞത്. റാബദ എന്ന് പറഞ്ഞാൽ റബദാന എന്നാണ് അതിന്റെ റൂട്ട്. റബദ എന്ന് പറഞ്ഞാൽ അതിനാണ് അറാദ ഉണ്ടായത്, ഉദ്ദേശിക്കുവാന. ആൻ എന്ന് പറഞ്ഞാൽ വിപരീതാണ്. അത് നിങ്ങൾ അലിഫ് അൻ എന്നും അൻ എന്നും ഒരു ഭാഷ പറയുന്നതാണ്. ഇപ്പൊ റൈബ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു എന്നാണ്. പക്ഷെ റൈബയ്ക്ക് ശേഷം അയിനും നൂനത്തിന് അൻ എന്ന് പറഞ്ഞാല് വെറുത്തുന്ന വരിക, വിപരീത അർത്ഥം വരിക. വിപരീത അർത്ഥം വരും, നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരും. അത് ഇംഗ്ലീഷിൽ ഏത് ഭാഷയിലുണ്ട്. ഒരു കുട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓണ് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും ഔട്ട് പറഞ്ഞാലും ഒക്കെ അർത്ഥ വ്യത്യാസം വരും. അത് ഏത് ലാംഗ്വേജിലുണ്ട്, അറബിക്ക് മാത്രമല്ല. അവിടെ റാബലത്തുഹുല്ലത്തി ഹുവഫി ബൈതിഹ അൻ നഫ്സിഹി, അദ്ദേഹം ഏതൊരു ആശയം, നഫ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അതാണ് നഫ്സ്, ശരീരത്തെ അല്ല. അദ്ദേഹം ഏതൊരു വ്യക്തിത്വത്തിലായിരുന്നോ, അദ്ദേഹം ഏതൊരു ഐഡിയോളജിയിലായിരുന്നോ നിലകൊണ്ടിരുന്നത്, ആ ഐഡിയോളജിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ അവൾ ഉദ്ദേശിച്ചു. അവൾ എന്ന് പറയുന്നത് ആ സമൂഹം ഉദ്ദേശിച്ചു. വല്ലക്കത്തിൽ അബുവാബ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരുപാട് വഴികൾ അവർ തുറന്നു വെച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി. ഈ വഴികളിലൂടെ നീ ഒന്ന് പ്രവേശിക്കുക എന്നിട്ട് വല്ലക്ക അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തി. പ്രലോഭനങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ ചെലുത്തി നോക്കിയവര് എങ്ങനെയെങ്കിലും അവരുടെ വഴികളിലേക്ക് അദ്ദേഹം ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു വ്യക്തിത്വമുണ്ട്, സത്യസന്ധത, നീതിബോധം, തന്റെ യജമാനെ വഞ്ചിക്കാത്ത ഒരു സത്യസന്ധമായ ഒരു നിലപാട് സ്വീകരിച്ച ആ രാജാവിനെ ഒരിക്കലും ഒരു തെറ്റായ വഴിയിലൂടെ ആ രാജാവിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ താൻ തയ്യാറല്ല എന്നുള്ള ആ സത്യസന്ധമായ അദ്ദേഹത്തിന്റെ ആദർശം, അതാണ് നഫ്സ്. അത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളോട് ഇവിടെ 2 വെള്ളിയാഴ്ച മുമ്പ് നമ്മൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നഫ്സ് വിശദീകരിച്ച് തന്നിട്ടുണ്ട് കുറച്ച്. അതാണ് 330 സൂറത്തുൽ ആലി ഇംറാനിൽ പറയുന്നത്, അള്ളാഹു നിങ്ങളെ വാണിംഗ് ചെയ്യുന്നത്, താക്കീത് ചെയ്യുന്നത് നഫ്സഹു, അവന്റെ നഫ്സ് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ആശയം കൊണ്ടാണ് എന്നാണ്. അവന്റെ ആശയം കൊണ്ടാണ്. അത് ഞാൻ അന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു. അൽ മാഇദ 5-ാം അധ്യായം 32-ാം വചനത്തില് ഒരാളെ കൊന്നാൽ ഒമൻ കത്തല നഫ്സൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാളെ കൊല്ലലല്ല. ഈ ഹാബീലിന്റെയും കാബീലിന്റെയും ഒരു കിസ്സയുമായി കഥയുമായി ബന്ധപ്പെട്ട് ഇവർ നമ്മളെ മുഫസ്സിരീങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരാളെ കൊന്നാൽ അവൻ എല്ലാവരെയും കൊന്ന പോലെയാണ്. ഒരാളെ ജീവിപ്പിച്ചാൽ അവന് എല്ലാവരെയും ജീവിപ്പിച്ചതിന് തുല്യമാണ്.
ഞാൻ പറഞ്ഞു കൊല്ലലും ഒക്കെ സമ്മതിച്ചു, പക്ഷെ എങ്ങനെ ജീവിപ്പിക്കാം? ഒരാളെ എങ്ങനെ ഞാൻ ജീവിപ്പിക്കും? നിങ്ങളൊന്ന് പറഞ്ഞാൽ ഒരു മരിച്ചു കിടക്കുന്ന ആളെ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയും? അപ്പൊ അത് ഫിസിക്കലി കൊല്ലലോ ഫിസിക്കലി ജീവിപ്പിക്കലോ അല്ല. നഫ്സ് എന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞു, നഫ്സിൻ വമാ സവ്വാഹ, നഫ്സുൽ മുത്മയിന്നാന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ ശാന്തമായ ഐഡിയോളജി ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വം, അതാണ് വ്യക്തിത്വമാണത്. മനുഷ്യന്റെ പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവം, അവരെ ഉൾക്കൊണ്ട ആശയം, അതാണ് നഫ്സ്. ഒരു പ്രത്യയശാസ്ത്രത്തെയോ ഒരു വ്യക്തിയെയോ ഒരു ആശയത്തെയോ കൊന്നുകളയുന്നത്, അതിന് സമാനമായ ഒന്ന് ഇവിടെ, അതിനേക്കാൾ നല്ല ഒന്ന് ഇവിടെ സ്ഥാപിക്കാതെ, അല്ലെങ്കിൽ സമൂഹം ഇതുവരെ നേടിയ എല്ലാവിധ നേട്ടങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്ന നശീകരണ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് മാനവരാശിയെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണ്. മനുഷ്യരാശിയെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണത്. മറ്റൊരു ഒരാളെ കൊന്ന, അപ്പൊ ഞാൻ ഒരാളെ കൊന്ന അയാൾ മാത്രമേ മരിക്കുന്നുള്ളൂ. പക്ഷെ ഒരു ജനതയുടെ വിശ്വാസം, ഒരു ജനതയുടെ പ്രത്യയശാസ്ത്രം, ഒരു ജനതയുടെ പ്രത്യയശാസ്ത്രത്തെ തകർത്ത് തരിപ്പണമാക്കുക എന്ന് പറയുന്നത് ഒരു ജനതയെ കൊല്ലുന്നതിന് തുല്യമാണത്. അതാണ് ഒരു ജനതയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ. അതാണ് നഫ്സിലാണ് ഫുജൂർ, നഫ്സിലാണ് തഖ്വ. അതാണ് അവന്റെ മനസ്സിന്റെ ആശയമാണത്. ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ തടിയല്ല, ഈ തടി ഒരു കൂട് മാത്രമേ ആവുന്നുള്ളൂ. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ക്യാരക്ടറാണ്, അവന്റെ സ്വഭാവമാണ്, അവന്റെ പെരുമാറ്റമാണ്. ഇതാണ് ഒരു വ്യക്തി. അപ്പൊ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഒരു ആശയത്തോടു കൂടിയല്ലാതെ, ഒരു പ്രത്യയശാസ്ത്രത്തോടു കൂടിയല്ലാതെ മറ്റൊരു പ്രത്യയശാസ്ത്രത്തെയും തകർത്ത് കളയുകയോ അല്ലെങ്കിൽ മാനവരാശി നേടിയ മുഴുവൻ കഴിവുകളെയും ഇന്നേ വലിയ നേടിയ നേട്ടങ്ങളെയൊക്കെ തകർത്തു തരിപ്പണമാക്കുകയോ ചെയ്യുന്നത് ഒരു ജനതയെ കൊല്ലുന്നതിന് തുല്യമാണത്. അതാണ് ശരിക്കും കൊല്ലല്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ജനത, ഒരു പ്രത്യയശാസ്ത്രമില്ലാത്ത ഒരു ജനത എവിടെയെത്തൂല. പാതിവാദികളൊക്കെ എന്താ എവിടെയെത്താത്തത്? അവർക്കൊരു പ്രത്യയശാസ്ത്രമില്ല. നല്ല ഫിസിക്കലി നല്ല ആരോഗ്യമുള്ള ആഫ്രിക്കക്കാരെന്താ ലോകത്തിന്റെ ഉത്തുംഗതയിൽ, ലോകത്തിന്റെ നേതൃസ്ഥാനത്ത് എന്താ അവരെത്താത്തത്? എന്താ അവർക്ക് പ്രശ്നം? ആരോഗ്യമില്ലേ, നല്ല തടിമുടുക്കില്ലേ, നല്ല ശക്തന്മാരല്ലേ? പക്ഷേ അവരെ നയിക്കാൻ പറ്റുന്ന വിജ്ഞാനമോ ഒരു പ്രത്യയശാസ്ത്രമോ ഒരു ഐഡിയോളജി ഒന്നും അവർക്കില്ല. അവർക്ക് എന്താണ്, നാം അധ്വാനിക്കണം, കുറെ ഭക്ഷണം കഴിക്കണം, അങ്ങനെ കിടന്നുറങ്ങണം എന്നല്ലാതെ ലോകത്തിന്റെ പുരോഗതിയെക്കുറിച്ചോ ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചോ അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ ഒരു ഐഡിയോളജി ഒന്നും ആ സമൂഹത്തിനില്ല. ഇതില്ലാത്ത സമൂഹം മുഴുവൻ ഇതില്ലാത്ത സമൂഹം നശിക്കുക തന്നെ ചെയ്യും. അവർ ഇന്നല്ലെങ്കിൽ നാളെ ആ സമൂഹം നശിക്കും. ആ സമൂഹത്തിന് ലോകത്ത് സർവൈവ് അതിജീവിക്കാൻ കഴിയില്ല. അതിജീവനത്തിന് വേണമെങ്കിൽ അവന് പ്രത്യേക വിജ്ഞാനം വേണം, അറിവ് വേണം, അതിനനുസരിച്ച് ഒരു പ്രത്യേക ശക്തമായ ഒരു പ്രത്യയശാസ്ത്രവും വേണം. ഇതുണ്ടെങ്കിലേ ലോകത്തെ അതിജീവിക്കാൻ കഴിയുള്ളൂ. നമ്മളല്ലോ ഈ ആഫ്രിക്കക്കാരെ അത്രയും വളരെ നിസ്സാരമായ കണ്ട ചെറിയ തടിയൊക്കെ ഉണ്ടാവുള്ളൂ യൂറോപ്യര്. പക്ഷെ ലോകത്തിന്റെ ആധിപത്യം അവരുടെ കയ്യിലാണ്. കാരണം അവരുടെ കയ്യിൽ വിജ്ഞാനമുണ്ട്, അവരുടെ കയ്യിൽ ഒരു ശക്തമായ ഐഡിയോളജി ഉണ്ട്. അവര് ലോകത്തിന് കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒരുപാട് അറിവുകളും ജ്ഞാനങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉണ്ട് അവരുടെ കയ്യിൽ. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഔന്നിത്യം അവരുടെ കയ്യിലാകുന്നത്. ലോകം മുഴുവൻ അവരെ ആശ്രയിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഒരു ആശയത്തെ നിങ്ങൾ നശിപ്പിക്കുമ്പോൾ അതിനേക്കാൾ ഉത്തമമായ ഒന്നുകൊണ്ടോ അല്ലെങ്കിൽ രാജ്യത്ത് കലാപമുണ്ടാക്കുകയോ ചെയ്യുന്നത് ഒരു ജനതയെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത്. എന്താണ് മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോഴും വരാത്തത്? അവർക്ക് വ്യക്തമായ ഒരു ആശയമില്ല. കേവല ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ കുറച്ച് കർമ്മങ്ങൾ മാത്രമേ മുസ്ലിം ലോകത്തിനൊന്ന് കയ്യിലുള്ളൂ. നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഒരു ഉയർന്ന തലത്തിലേക്ക്, ലോകത്തിന്റെ ഒരു ക്യാപിറ്റൽ, ലോകത്തിന്റെ ഒരു നേതൃത്വത്തിലേക്ക് മുസ്ലിം സമൂഹം ഇനിയും കടന്നു വരാത്തത്. ലോകം നേടിയത് മുഴുവൻ തകർക്കാനുള്ള ആ അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ വളർന്നിട്ടുള്ളൂ.
മാനവരാശി ഇന്ന് വരെ നേടിയ നേട്ടങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ ആ നേട്ടങ്ങളെയൊക്കെ ബോംബ് വെച്ച് തകർക്കുക എന്ന ആ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ വളർന്നിട്ടുള്ളൂ. ലോകത്ത് നന്മകൾ സ്ഥാപിക്കാൻ ഉതകുന്ന, ലോകത്ത് മനുഷ്യത്വം സ്ഥാപിക്കാൻ ഉതകുന്ന, നീതി സ്ഥാപിക്കാൻ ഉതകുന്ന, ലോകത്ത് നന്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് മുസ്ലിം ലോകം കടന്നു വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ലോകത്തിന്റെ നെറുകയിലേക്ക് ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് കടന്നു വരാത്തത്. അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞത് ഒമന്നാഹിയാഹ, ഒരു പ്രത്യയശാസ്ത്രത്തെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ, അതാണ് നെഫ്സ്. ഒരു നെഫ്സിന് ആരെങ്കിലും ജീവിപ്പിച്ചാൽ ജമിയ, അവൻ മാനവരാശിയെ മുഴുവൻ ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഹയാത്ത് ഈ ഖുർആൻ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അതാ ഖുർആൻ പറഞ്ഞല്ല, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവും അവന്റെ ദൂതനും നിങ്ങളെ വിളിച്ചാൽ ഏതിലേക്ക്? ലിമാ യുഹീക്കും, നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒന്നിലേക്ക്, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്ക് അള്ളാഹുവും അവന്റെ ദൂതനും നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഫസ്തജീബു, നിങ്ങൾ ഉത്തരം കൊടുക്കണം, അതിന് ആൻസർ ചെയ്യണം, അതിന് മറുപടി കൊടുക്കണം നിങ്ങളെന്ന് ഖുർആൻ പറയാനുള്ള കാരണം അതാണ് ജീവിപ്പിക്കൽ. ഒരു ജനതയെയാണ് അവിടെ ജീവിപ്പിക്കുന്നത്, ഒരു പ്രത്യയശാസ്ത്രത്തെ, ഒരു ആശയത്തെ ജീവിപ്പിക്കുമ്പോൾ. അല്ലാതെ ഒരാളെ കൊല്ലലല്ല. ഒരാളെ കൊന്നാൽ അയാളെന്നെ മരിക്കണുള്ളൂ, ഒരാളെ ജീവിപ്പിച്ചാൽ അയാളെന്നെ ജീവിക്കണുള്ളൂ. ഒന്നാമത് ഒരാളെ ജീവിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇവരെ കഥയിൽ ഇവർ ഈസാ നബിയെ ജീവിപ്പിച്ചു എന്ന് പറയുന്ന ആ കഥയല്ലാതെ, മരിച്ചു ജീവിപ്പിച്ച ചരിത്രം ഈസാ നബി ജീവിപ്പിച്ചു എന്ന ചരിത്രമല്ലാതെ മരിച്ച ഒരാൾ ജീവിപ്പിച്ച ചരിത്രം ലോകത്ത് വേറെ ഏതുമില്ല. വേറെ ആരാ ജീവിപ്പിച്ചിരിക്കുന്നത്? ഈസാ നബി ജീവിപ്പിച്ചതന്നെ. അതല്ലാതെ നമ്മൾ പലപ്പോഴും പറഞ്ഞ ഈസയും ഈ ആശയം കൊണ്ടുള്ള ജീവിപ്പിക്കലാണത്. ഹയാത്തതാണ്, ഒന്നും ഫിസിക്കലി അല്ലത്. അതാ ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിരവധി എന്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ട് ആശയപരമായിട്ടാണ് വായിക്കേണ്ടത്. ഒന്നും മെറ്റീരിയൽ ആയിട്ടത് വായിക്കരുത്. അങ്ങനെ വായിച്ചാൽ ഇത് മനസ്സിലാവില്ല. എല്ലാവർക്കും അങ്ങനെ വായിച്ചാൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോ ഒരു ചെറിയ കാര്യത്തെ നമ്മൾ എവിടുന്ന് പോന്നു? യൂസുഫ് നബിയുടെ ആടെ വഹല്ലക്കത്തില്ല അബൂവാബ്, അദ്ദേഹത്തിന്റെ വാതിലുകൾ. അപ്പൊ വാതിലുകളാണ് ഞാൻ പറഞ്ഞത്. വാതിലുകൾ എന്ന് പറയുന്നത് അവിടെയും വാതിലല്ല. നമ്മൾ പറഞ്ഞില്ല എല്ലാ വാതിലും അടക്കും. ഞാൻ എപ്പോഴും എല്ലാ വാതിലും അടക്കാൻ ഇങ്ങനെ കാത്തുന്നൊന്നല്ല യൂസുഫ് നബി. എന്നിട്ട് തന്റെ ആരോഗ്യം പ്രദർശിപ്പിച്ചതൊന്നല്ല, സ്ത്രീകളുടെ മുമ്പിൽ കൂടി, അതൊന്നല്ല അവിടുത്തെ. അപ്പൊ ഖുർആനിൽ അബുവാബ് എന്ന് ഉപയോഗിച്ചത് ഒന്ന് രണ്ട് ബാബുകൾ ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാണെങ്കിൽ കുറച്ചും കൂടി വിവരങ്ങൾ ഇനി പാസ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ കാലത്ത് അബുവാബ എന്നുള്ളതൊക്കെ കുറച്ചും കൂടി നമ്മൾ ഇനി മുന്നോട്ട് പോകണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങള് അവസാനം സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. അവിടെയും വാതിലുകളൊന്നല്ല. പുതിയത്തിൽ സമാവു, ആകാശം തുറക്കപ്പെട്ടു. ഇപ്പൊ കാലത്ത് അബുവാബ, ആകാശത്തിന് വാതിലുകളുള്ളതായി, ഒരുപാട് ഡോറുകളൊക്കെ അവിടെ ഉണ്ടായി എന്ന് അവിടെ തന്നെ നിൽക്കട്ടെ. അങ്ങനത്തെ ഒന്ന് രണ്ടെണ്ണേ വിശദീകരിക്കാത്തുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അബുവാബുകൾ ഒക്കെ വഴികളാണ്, നമ്മുടെ മുമ്പിലുള്ള വഴികളാണ് അടയുന്നത്. അത് നമ്മൾ തന്നെ മലയാളത്തിൽ പറയാറില്ലേ, എല്ലാ വാതിലും അടഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല എന്ന് പറയലുണ്ട്. അത് സാധാരണ പ്രയോഗമാണത്. പക്ഷെ അള്ളാഹ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് അവർ പറയുന്നത്. അള്ള വാതിൽ എന്ന് പറഞ്ഞാൽ വാതിൽ തന്നെ. അള്ള വാതിൽ എന്ന് പറഞ്ഞാൽ വാതിൽ. നമുക്ക് പറയാം എന്റെ മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ എല്ലാ വാതിലുകളും അടഞ്ഞു എന്നാണ്. നിങ്ങൾ അത് മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ പോയിട്ടായി മുട്ടുന്നത്? ആരുടെ വീട്ടിലെ പോയിട്ട്? നമ്മൾ അധ്വാനിക്കാനാണ് പറയണത്. അടഞ്ഞു കിടന്ന എല്ലാ വഴികളും നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. ഇങ്ങനെ ഇത് ഭാഷയുടെ തന്നെ പ്രയോഗമാണ്. ഇപ്പോൾ ആളുകൾ പറയുന്നത് എന്താണെന്ന്, ആർക്കും പരിചയമില്ലാത്ത ഭാഷകളാണ് പറയണത്. ആർക്കും പരിചയമില്ലാത്തല്ല, എല്ലാവർക്കും സുപരിചിതമായ ഭാഷയാണിത്. ആർക്കും പരിചയമില്ലാത്ത ഭാഷയാണ് ഇന്ന് നിലവിലുള്ള അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ വീടിന്റെ ബാക്കിലെ ഡോറിനെ വെക്കാൻ ഞാൻ പോരെ, എന്തിനാ ഈ കുറ്റം വെറുതെ വെച്ച് കെട്ടില്ല? ആരും ഇനി അടുക്കളവാതിൽ വേണ്ട.
ഇനി ഒരു വീട്ടിനും അടുക്കള വാതിൽ വേണ്ട, മുന്നിൽ കൂടി ഉള്ള വാതിൽ മാത്രം മതി. കാരണം പിന്നിൽ കൂടി പോയ പ്രശ്നമാണ്. അതുകൊണ്ട് ലോകത്ത് ഇനി ഒരു മുസ്ലിങ്ങളുടെ വീട്ടിനും പിന്നിൽ വാതിൽ വേണ്ട. പിൻവാതിൽ നിയമനം സാധാരണ പോലെ അണ്ടർ ടേബിളിന്റെ നമ്മള് ടേബിളിന്റെ അടിയിലൂടെയുള്ള കൈമാറ്റം എന്താണ്? പിൻവാതിൽ നിയമനം പ്രശ്നമല്ലേ? നമ്മള് അണ്ടർ ടേബിൾ ഉണ്ട്, ടേബിളിന്റെ അടിയിൽ കൂടി ഇല്ല ഡീലിങ് കൈകാര്യം ചെയ്യൽ. അതെന്താണ്? അവിടെ പേക്ക് പിന്നെ പൈസ കൊടുത്തിട്ടാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ നേടല്. അത് അണ്ടർ ടേബിൾ എന്ന് പറയും. അതൊരു പ്രയോഗമാണ്. എല്ലാവരും ടേബിളിന്റെ അടി കൂടി കൊടുത്തിട്ടല്ല. അപ്പൊ ഇത്തരം ഇത് നിങ്ങൾ നടപ്പിലാക്കിയല്ല എല്ലാവർക്കും തുഫിലിഹു എന്ന് പറഞ്ഞാൽ അത് നടക്കും, നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഏതൊരു സ്ഥാപനത്തിന്റെയും അതിന്റെ ശരിയായ വാതിലിലൂടെ നിങ്ങൾ പ്രവേശിക്കൂ. അതാണ് തെറ്റായ പ്രവർത്തനങ്ങളെ സൂക്ഷിക്കാനുള്ള വഴി. അതാണ് തഖ്വ. അതാണ് മനിത്തഖ എന്ന് പറഞ്ഞത്. മനിത്തഖ മിൻ അബ്വാബിഹ. തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് തക്ക സൂക്ഷ്മത പുലർത്തുകയും അകന്നു നിൽക്കുകയും. തെറ്റാണത്. അനർഹമായി ഒരു സ്ഥാനമാനം നേടല്, അതുപോലെ കുറുക്കു വഴികളിലൂടെ സ്ഥാനമാനങ്ങൾ നേടല്, ഒരാളെ അട്ടിമറിച്ചുകൊണ്ട് ആസൂത്രിതമായി അയാളെ തകർത്ത് താഴെ ഇട്ടുകൊണ്ട് അവിടെ കയറി പറ്റല് പല രാഷ്ട്രീയ സംഘടനകളിലും മതസംഘടനകളിലും സ്ഥാപനങ്ങളിലും ലോക ഭരണ രംഗത്തും ഒക്കെ നടക്കുന്നത് ഈ പ്രശ്നമാണ്. അതാ ഞാൻ പറഞ്ഞ ഈ ഒരൊറ്റ ആയത്തും അത് ലോകം നേരാകാം. ഇത് ഒരിക്കലും വീട്ടിൽ കിടക്കലാക്കി മാറ്റി. എന്നാൽ എല്ലാവർക്കും തുഫിലുകൊണ്ട നിങ്ങൾ മക്കളെ എന്നാ ജയിക്കും. നിങ്ങൾക്ക് ലോകത്ത് വിജയിക്കാൻ പറ്റൂലേ? രോഗികൾ ഓപ്പറേഷനിൽ ചാവൂല. ഓപ്പറേഷന് ഒന്നും അറിയാതെ 10ാം ക്ലാസ് ജസ്റ്റ് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പാസ്സായ, പരീക്ഷയ്ക്ക് എഴുതി പാസ്സായിട്ട് +2 ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പരീക്ഷ എഴുതിയ മുതലാളിമാരാണ് 50-60 കൊടുത്തിട്ട് മെഡിക്കൽ സീറ്റും വാങ്ങിയിട്ട് അവൻ വന്ന് ഈ രോഗിനെ കത്തിവെച്ചാൽ പിന്നെ മരിക്കല്ലാതെ എന്ത് ചെയ്യാം? അതാ പറയുന്നത്. ലോകം വിജയിക്കണമെങ്കിൽ ഈ ഒരൊറ്റ ആയത്ത് മതിയെന്ന് ഞാൻ പറയുന്നത്. ഈ ഒരൊറ്റ ആയത്തുണ്ടെങ്കിൽ ലോകം ജയിച്ചു. എന്നിട്ട് അത് സാധാരണ അവനായിട്ട് കുടിയിലേക്ക് കിടക്കലാക്കി. അതാ ഞാൻ പറഞ്ഞ മക്കളെ ഇനി ആര്, ഞാൻ എപ്പോൾ ചോദിച്ചില്ല ക്ലാസ്സിന്റെ തന്നെ തുടക്കത്തിൽ ചോദിച്ചില്ല, ആര് അല്ലെങ്കിൽ ജനലിൽ കൂടി കിടക്കണത് ഇതെന്താ? ജിന്നേറ്റ് അതെല്ലാം ഒരു പറയണ മലക്കോ അതല്ല കാറ്റോ ഓട് പൊളിച്ച് കിടക്ക് എങ്ങനെ കിടക്കണേ? എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എന്താ ഈ ഖുർആൻ, എന്താ ഈ സമൂഹം മനസ്സിലാക്കാതെ പോയത്? എന്തുകൊണ്ട് ഈ ഖുർആൻ മനസ്സിലാക്കാതെ പോയി? യൂസഫിനോട് പറഞ്ഞത് കാലത്ത് സമൂഹം പറഞ്ഞു, ഹൈത്തലക്ക് വരൂ, നീ വാ ഞങ്ങളുടെ കൂടെ. കാലം മഹാദല്ല, ഞാനതിന് തയ്യാറല്ല. മഹാദല്ല എന്ന് പറഞ്ഞാൽ തന്നെ അതവിടെ പൈശാചികമായ ഒരു പ്രവർത്തനത്തിനാണ് വിളിക്കുന്നത്, വേറെ മറ്റേ സംഘടിക്കൊന്നുമില്ല. കാലം മഹാദല്ല, ഞാന് അള്ളാഹുവിനോട് അഭയം തേടുകയാണ്, ഞാൻ ദൈവികമായ ആശയത്തിൽ അഭയം തേടുകയാണ്, എനിക്ക് അത് വേണ്ട. ആ തെറ്റായ വഴിയിലൂടെയുള്ള അധികാര കൈമാറ്റമോ അധികാരം സ്വീകരിക്കലോ എനിക്ക് ആവശ്യമില്ല. അതാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഓരോ വഴികൾ തുറന്നു വെച്ച് പ്രലോഭനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ വഴിയിലൂടെ വാ, ഈ വഴിയിലൂടെ വാ. ഒരു നിസ്സാരമായ ഖുർആനിലെ ഒരു വചനം തന്നെ ഉണ്ടെങ്കിൽ ലോകത്തിനെ നന്നാക്കാന്ന് പറയുന്നത്. ഖുർആൻ ആ രൂപത്തിൽ വായിക്കപ്പെട്ടില്ല. ഖുർആൻ വായിക്കപ്പെട്ടത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഖുർആൻ വായിക്കപ്പെട്ടത്. ലോകത്തിന് ഒരു ഗുണമില്ലാത്തത്. ലോകത്തിന് എന്ത് ഗുണാണുള്ളത്? ഇപ്പൊ സലാത്തുൽ ഉസ്ത വായിച്ചു, എന്താ അസർ നിസ്കാരം എന്നാ ചിലവർ വായിച്ചത്. സലാത്തുൽ ഉസ്ത എന്ന് പറഞ്ഞാൽ അസർ നിസ്കാരം. ലോഹറും രാവിലത്തെ കഴിഞ്ഞ് നോക്കുമ്പോ സുബഹിയും ലോഹറും, വൈകുന്നേരത്തെ മഗ്‌രിബ് യശി. അപ്പൊ അതിന്റെ നടുവിലുള്ളത് അസറസ്കാരം. ചിലവരോട് ലുഹറുസ്കാരാണ്, സുബഹിയെന്ന് പറഞ്ഞവരുണ്ട്. നിരവധി അഭിപ്രായമാണ് സലാത്തുൽ ഉസ്തക്ക്. ചിലവർ ജുമാസ്കാരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അഭിപ്രായമുള്ളതാണ്. ഗ്രഹണസ്കാരാന്ന് പറഞ്ഞവരുണ്ട്, പെരുന്നാൾ നിസ്കാരാന്ന് പറഞ്ഞവരുണ്ട്. നിരവധി അഭിപ്രായമാണ് ഹദീസുകളിൽ സലാത്തുൽ ഉസ്ത പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഖുർആൻ പറയുന്ന സലാത്തുൽ ഉസ്ത ശരിക്കും തന്നെ നടപ്പിലാക്കി വെക്കാൻ നിങ്ങൾ
ലോകത്ത് ഇത്രയും പ്രായോഗികമായ ഒരു പ്രയോഗം ഞാൻ കണ്ടിട്ടില്ല. ഖുർആൻ മനുഷ്യരാശിയുടെ സൈക്കോളജി മനസ്സിലാക്കി, മനഃശാസ്ത്രം മനസ്സിലാക്കി നടപ്പിലാക്കേണ്ട ദൈവിക വിധിവിലക്കുകളെ കുറിച്ചാണ് സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞത്. ഇത്ര നല്ല ഒരാശയം അതുവരെ ഒരനുഷ്ഠാനാക്കി. ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്ത വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. ഇതിനെ കുറിച്ച് എവിടെ എഴുതിയത്? എവിടെ പോയാലും മൂപ്പര് സലാത്തിലേക്ക് വരുന്നു. സലാത്തിലേക്ക് വരാതെ പിന്നെ എവിടെ നമ്മൾ പോകണം? സലാത്തിന്റെ മുഖ്യമായ വിഷയമല്ലേ? വേറെ ഏത് വിഷയം കൊടുത്താലും സലാത്ത് പറയുന്നത്. സലാത്ത് പറയണല്ലോ. ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ മൊത്തത്തിലൊരു വിഷയമല്ല, ഞാൻ മൊത്തത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു പോവുകയാണ്. അതിൽ ഏതൊക്കെ വിഷയം വരുന്നത് അതൊക്കെ വരും. ഒറ്റ വിഷയമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അതിന് കേട്ടോളൂ. സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞ മധ്യമ നിലപാട്, ഒരു മോഡറേറ്റ് നിലപാടായിരിക്കണം എന്ന, ഒരു മധ്യമ നിലപാടായിരിക്കണം. അങ്ങനത്തെ ആ രൂപത്തിലാണുള്ള അതാണ് ദൈവിക വിധിവിലക്കുകളുടെ മധ്യമ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഹൈക്ക് പോകരുത്. ഹൈക്ക് എക്സ്ട്രീമിലേക്ക് ഒരു ആശയത്തെ കൊണ്ടുപോകുന്നത് ഏകാധിപതിയാണത്. അത് കഠിനമായ നിയമങ്ങൾ കൊണ്ടൊരു സമൂഹത്തെ വരിഞ്ഞു മുറുക്കുക എന്ന് പറഞ്ഞ ഏകാധിപത്യമാണത്. അത് സ്വേച്ഛാധിപത്യമാണ്. അത് വിപരീത ഫലം ഉണ്ടാക്കുക. ജനങ്ങളെ അനുസരിച്ച് ആ സ്ഥലത്തിന് തയ്യാറാവില്ല. ആ സ്ഥലത്തിന് കഠിനമായ നിയമങ്ങൾ കൊണ്ടും കഠിനമായ നിർദ്ദേശങ്ങൾ കൊണ്ടും ഒരു വ്യവസ്ഥിതി, ഒരു ആശയം ഒരു രാജ്യത്ത് നടപ്പിലാക്കാൻ നിന്നാൽ അത് ഇസ്രാഫാണ്. അത് അതിരികവിയലാണത്. അത് അതിരികവിയലാണ്. ജനങ്ങളെ ഇത് കിട്ടൂല. നിങ്ങൾ ഇനി നോണേന്ന് പറഞ്ഞ് ഞങ്ങളെ തലേന്ന് വെട്ടുന്നു പറഞ്ഞാൽ ജനങ്ങൾ നോണേന്ന് പറയും. അത് ജനങ്ങളുടെ ഒരു സ്വഭാവമാണ്. മുട്ടിന്റെ താഴെ നീ തുണിയാൻ ഇറങ്ങിയ വെടിയാണ് വെക്കുന്നു പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സർക്കാരിന് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു മോഡറേറ്റായ, ഒരു മൃദുലമായ, ഒരു വിട്ടുവീഴ്ച സമീപനത്തിലൂടെ ഒരു നിയമം നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതാണ്. എന്നാ താഴോട്ടും പോലെ ഒരു നിയമവും ലോകത്തിന് വേണ്ടാന്നില്ല. ആ താഴേത്തട്ടിലേക്കും പോകരുത്. ഒരു നിയമം അത് ഇഷ്ടംപോലെ ജീവിച്ചോളി എന്ന് പറയുന്ന ആ ഒരു താഴേത്തട്ടിലേക്കും പോകരുത്. ഈ എക്സ്ട്രീമിലേക്കും പോകരുത്. ഇത് രണ്ടും ലോകത്ത് നടപ്പിലാക്കിയാൽ ആ രാജ്യത്തും അത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ആ ഒരു ജനസമൂഹവും അത് ആ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കാൻ തയ്യാറാവില്ല. ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ഒരു രാജ്യത്തും അധികകാലം നിലനിന്നിട്ടില്ല. അതിനെതിരിൽ പ്രതിവിപ്ലവം വരും. അതിനെതിരിൽ ജനങ്ങൾ സംഘടിക്കും. അതിനെതിരിൽ ജനങ്ങൾ സംഘടിച്ച് ശക്തരാകും. അതുകൊണ്ടാണ് പറയുന്നത് സലാത്തുൽ വുസ്തയായിരിക്കണം. അതിനെയാണ് നിങ്ങൾ നിങ്ങൾ സംരക്ഷിക്കേണ്ടത്. എന്താ ഇതിലേക്ക് മേലെ എന്താ അല്ലാഹു പറയുന്നത്? ഞാൻ ഇങ്ങനെ ആലോചിച്ച് ലോകത്ത് ഈ സലാത്തുൽ വുസ്ത നടപ്പിലാക്കിയാൽ മതി. ഏത് ഭരണകൂടങ്ങളും ഏത് നിയമസംഹിതകളും ഏത് നിയമനിർമ്മാണം നടപ്പിലാക്കുന്ന ഭരണകൂടങ്ങളും ഒക്കെ ഈ സലാത്തുൽ വുസ്തയാണെങ്കിൽ ജനങ്ങൾ അത് അംഗീകരിക്കും. മധ്യമ നിലപാട്, ഒരു വിട്ടുവീഴ്ച സമീപനം. അതായത് അള്ളാഹു എന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണെന്ന് പറഞ്ഞത്. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാൽ അവന്റെ നിയമങ്ങൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ്. അവൻ മൈൽഡാണത്, സോഫ്റ്റാണത്. ലാ ഇക്റാഹ ഫിദ്ദീനി. മതത്തിൽ ബലാത്കാരത്തിന് പോകരുത്. ദീനന്യാണ് സലാത്ത്. അതിൽ നിങ്ങൾ ഇക്റാഹിന് പോകരുത്, ബലാത്കാരത്തിന് പോകരുത്. അതൊരു മൃദുലമായ, മോഡറേറ്റായ, ഒരു മധ്യമമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരിക്കണം അത് നടപ്പിലാക്കേണ്ടത്. അല്ലെങ്കിൽ അത് വിപരീത ഫലാനുണ്ടാവുക. അത് ഞങ്ങൾ കുട്ടികളിൽ നിന്നുണ്ട്. കുട്ടികൾ ഓരോട് സ്നേഹത്തോടു കൂടി അവരെ സ്നേഹിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ഒരു വേഗം വരും. അവർ വന്ന് പറഞ്ഞു തരും നമ്മക്ക്. കുട്ടികള് നേരം പറഞ്ഞ് 4 കൊടുത്ത ഒരു ഇരുന്നിട്ടൊരു പോക്കുണ്ട്. കുട്ടികളെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് വെച്ചാൽ മതി. 4 ചമ്പികം കൊടുത്ത പോലെ പല്ലെടുത്തിട്ടൊരു പോക്കുണ്ട്. അതിനെതിരിൽ നേരെ 4 ഇരട്ടി കുറ്റകൃത്യങ്ങളെ കൊണ്ട പിന്നെ ഓന് പുറത്തത്ത് വെച്ചിട്ടാണ് നടക്കുക. നേരെ മറിച്ച് അവന് തലോട് സ്നേഹത്തോടു കൂടി അവന് പാകമാവുന്ന രൂപത്തിൽ ആ നിയമം അവനോട് പറഞ്ഞ ഇങ്ങോട്ട് വന്ന് പറഞ്ഞുതരും. മാഷേ ഓൻ അങ്ങനെ കാട്ടുന്നുണ്ട്, ഓൻ അതിനെതിരായിക്കണമെന്ന് നമ്മളോട് രഹസ്യമായിട്ട് വന്ന് പറഞ്ഞുതരും. ഓൻ നമ്മളെ സുഹൃത്താവും. ഇത് ഒരു ക്ലാസ്സിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്നതാണ്. അവൻ നമ്മുടെ സുഹൃത്താവും. മറ്റാരെങ്കിലും ഈ നിയമങ്ങൾക്ക് വിപരീതം പ്രവർത്തിക്കുന്ന മൂപ്പര് വന്ന് പറഞ്ഞുതരും. നമുക്ക് വിവരങ്ങൾ രഹസ്യമായിട്ട് വന്ന് പറഞ്ഞുതരും.
മൂപ്പര് മറ്റേ ചക്കർ ഇന്നയാള് മാഷ് ഇന്ന സമയത്ത് ചാടിപ്പോയിട്ടുണ്ട്, പറയാതെ ചോദിക്കാതെ പോയിട്ടുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. അതൊരു നിയമം ഒരു ലോകത്ത് നടപ്പിലാക്കേണ്ട ഉന്നതമായ ഒരു സൈക്കോളജിയാണ് ഈ സലാത്തുൽ വുസ്ത. ഒരു മധ്യമ നിലപാടായിരിക്കണം നിങ്ങൾ ദീനിന്റെ നടപ്പിൽ വരുത്തൽ അതിനെ സംരക്ഷിക്കുന്ന രംഗത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. എന്താ ഇനി അത് അസംസ്കാരാക്കി സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ അസംസ്കാരം. അതാണ് ഇതിന്റെ പ്രായോഗികത മുഴുവൻ തകർത്ത് തരിപ്പണാക്കി. നിങ്ങളൊരു കുടുംബത്തിൽ നോക്കി, ഒരു മക്കളെ നിങ്ങൾ നോക്കി, ആ മക്കളോട് നിങ്ങൾ ക്രൂരമായി പെരുമാറിയ ഒരു രക്ഷിതാവിന്റെ മക്കൾ നന്നായതായി എനിക്ക് അറിവില്ല. ക്രൂരനും ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഒരു പിതാവിന്റെ മക്കൾ അവനൊരു സ്വയം കാലിൽ നിൽക്കാൻ കഴിയുന്ന ആ കാലത്തോളം ചിലപ്പോൾ പാപ്പാടെ കീഴിൽ നിൽക്കും. ഒരു സ്വന്തമായി കാലിൽ നിൽക്കാൻ പറ്റുന്നില്ല കാലഘട്ടം വന്നാൽ അവനത് പിതാവിനതിൽ തിരിഞ്ഞു കുത്തിയിട്ട് ചരിത്രമുള്ളൂ. ഏതൊരു കുടുംബം നോക്കി നിങ്ങൾ ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് തുടങ്ങിയാൽ മതി. നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് തുടങ്ങി, ഒരു സ്കൂൾ തുടങ്ങി, ഒരു രാഷ്ട്രം തുടങ്ങി, അവിടെയൊക്കെ ഒരു മധ്യമമായ, ഒരു മൈൽഡായ, ഒരു സോഫ്റ്റായ സമീപനമായിരിക്കണം ഒരു നിയമനിർമ്മാണം, ഒരു ദീൻ നടപ്പാക്കുന്ന രംഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ദീൻ എന്ന് പറയുന്നത് സത്യം, നീതി, ധർമ്മം, ന്യായം, കരുണ, ഇങ്ങനെ ലോകത്ത് ഏതൊക്കെ അടിസ്ഥാന മൂല്യങ്ങളുണ്ടോ ഇതൊക്കെയാണ് ദീന്. ഇത് നടപ്പാക്കുമ്പോൾ മോനെ പറഞ്ഞാൽ തലം കെട്ടും, ബാക്കി നാട്ടുകാർ തിരക്കിലൊക്കെ തന്നാലും ബാക്കി നമ്മൾ പറയുന്നില്ല. പറഞ്ഞാല് നോനെ പറയും, തൽക്കാലം പറഞ്ഞിട്ടില്ലെങ്കിലും. നേരെ മറിച്ച് അതിന്റെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അവനെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുക. അതിന്റെ നന്മകൾ അവനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ പോലെ തന്നെ നിങ്ങളാണ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അതിന് ആളെ കിട്ടൂല. ഞാൻ മനസ്സിലാക്കിയത് പോലെ തന്നെ നിങ്ങളാണ് മനസ്സിലാക്കണമെന്ന് ഞാനാണ് വാശി പിടിച്ചാലേ നിങ്ങളാണ് പറയാൻ ചെറിയ പണി വേറെ നോക്കിക്കൊണ്ടെന്ന് പറയും. നേരെ മറിച്ച് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ ഇതല്ലേ ശരി, ഇതല്ലേ സമൂഹത്തിന് നല്ലത്, ഇതല്ലേ ഗുണകരമാവുക എന്ന് സൗമ്യമായി പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. പറ്റുകയാണെങ്കിൽ എടുക്കാന്ന് പറയും. നേരെ മറിച്ച് ഞാൻ പറഞ്ഞതാ ശരി, അത് നിങ്ങളെ എടുക്കണം. സലാത്തുൽ വുസ്ത അസംസ്കാരം തന്നെയാണ്. അത് നിങ്ങളെ എടുത്തേ മതിയാവുമെന്നല്ലാതെ വേറെ പണി നോക്കിയെന്ന് പറയും. അത് നിങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യാം. അതാണ് ഒരാളും മനസ്സിലാക്കിയത് അതുപോലെ മറ്റുള്ളവരെ അതല്ലേ ശരിയെന്ന് മനസ്സിലാക്കിപ്പിക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. അതാണ് ഒരു മധ്യമ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ദീനിന്റെ കാര്യത്തിൽ. ഭൂമൂലില്ലാഹി കാനത്തെയും നിങ്ങൾ ഇതിന് വിധേയപ്പെട്ട് ജീവിക്കാൻ, നിങ്ങൾ ദൈവിക കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ, ആ അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നിലകൊള്ളുകയും ചെയ്യണം. അതിൽ നിന്ന് മാറ്റത്തിന് നിങ്ങൾ വിധേയരാകരുത്. വൈകും ഈ പേടിയാണെങ്കിലോ ഫിരിച്ചാലും നടന്നിട്ട് അത് ഒരാളോട് എക്സൈസ് ചെയ്യാൻ പറഞ്ഞ ഒരു പണ്ടാളക്കാരനോട് നിന്നിട്ടും കടന്നിട്ടൊക്കെ പേടിയാണെങ്കിൽ നടന്നിട്ട് ചെയ്തോന്ന്. എങ്ങനെ നടന്നിട്ട് ചെയ്യാം? നല്ല ആയുധമൊക്കെ എടുത്ത് എക്സൈസും കുമ്പിടാനും നൂരാനും പുഷപ്പ് ചെയ്യാനും മറ്റതിനൊക്കെ പറഞ്ഞ ഒരാൾ കമാൻഡ് കൊടുത്തു. അതൊക്കെ പേടിയാണെങ്കിൽ ഓടിങ്ങാണ്ട് ചെയ്യണം. ഓടിങ്ങാണ്ട് എങ്ങനെ ഈ പുഷപ്പ് എടുക്കല്, എങ്ങനെ ഈ എക്സസൈസ് ചെയ്യല്, എങ്ങനെ ഈ റുക്കൂ ചെയ്യല്, എങ്ങനെ ഈ സുജൂദ് ചെയ്യല്, എങ്ങനെ ഓടിങ്ങാണ്ട് റുക്കൂ ചെയ്യാം നിങ്ങൾ പറയും. അപ്പോൾ ഓട്ടത്തിൽ റുക്കൂ വേണ്ടാവും. റുക്കൂ ഒഴിവാക്കാൻ ആരെ പറഞ്ഞ് ഖുർആൻ എവിടെ റുക്കൂ ഒഴിവാക്കാൻ പറഞ്ഞ, സുജൂദ് ഒഴിവാക്കാൻ എവിടെ പറഞ്ഞ സലാത്തില്? ഇത് ഫിസിക്കൽ ഒരു ശാരീരികമായ അഭ്യാസമാക്കി നിസ്കാരത്തിനെ മാറ്റിയപ്പോഴാണ് ഇത് വിശദീകരിക്കാൻ പ്രയാസം വന്നത്. വൈകും നിങ്ങൾ പേടിയിലാണെങ്കിൽ പരിക്കാല്. അപ്പൊ നടന്നിട്ട് എങ്ങനെ സുജൂദ് ചെയ്യാം? ഞങ്ങൾ സുജൂദ് ചെയ്യണ്ടോ? അതാ പിന്നെ ഒരു കണ്ടത്. നടന്നിട്ട് എങ്ങനെ റുക്കൂ ചെയ്യാം? റുക്കൂ വേണ്ട. അപ്പൊ പിന്നെ കർമ്മശാസ്ത്രക്കാര് കണ്ടുപിടിച്ചതാണ്. ആൾക്കാർ ചോദിച്ചു, അല്ല ഉസ്താദ് നടന്നിട്ടിപ്പോ എങ്ങനെ സുജൂദ് ചെയ്യാം? ഞങ്ങള് സുജൂദ് വേണ്ട. അല്ല റുക്കൂ വേണ്ട, എഴുതിയതാലും വേണ്ട. പിന്നെന്താ മനസ്സിലാണ് വിചാരിച്ചാൽ മതി. ഇതെന്നെ പരിപാടി. ഇത് പ്രായോഗികമാണില്ല. പേടിയാണെങ്കിൽ നടന്നിട്ട് സുജൂദ് വേണ്ട, റുക്കൂ വേണ്ട, എഴുത്തുകാരന് വേണ്ട, കൈവെട്ടല് വേണ്ട, കൈവെട്ടല് വേണ്ട.
കാരണം അത് കാണുന്നുണ്ട്. പിന്നീട് യാത്രയും സൈക്കിളിൽ ഓട്ടിയിട്ട് അങ്ങനെ ആ കഴിയട്ടല്ല, എന്നാ കഴിയട്ടല്ല, ഇതൊന്നും വേണ്ട, പിന്നെന്താ വേണ്ട, മനസ്സിലാണ് വിചാരിച്ചാൽ മതി. ഇതാണ് പഠിച്ചോൻ എന്ത് മാത്രമേ ഒഴിവാക്കാൻ പറ്റുള്ളൂ, കിയാവ് മാത്രമേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. പേടിയാണെങ്കിൽ ഭൂമൂന്ന് പറഞ്ഞാൽ തന്നെ നിർത്തല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് നിങ്ങൾ സ്ഥിരമായി അതിൽ കമ്മിറ്റഡ് ആകുക, നിങ്ങൾ അതിന് വിധേയപ്പെട്ട് ആ കൽപ്പനകൾക്ക് അനുസരിക്കാൻ തയ്യാറായി ജീവിക്കുക എന്നതിന് അർത്ഥമുള്ളൂ. അല്ലാതെ നിൽക്കുക എന്നല്ല. അത് ഭൂമൂന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, ഒരു ആശയത്തിൽ നിലകൊള്ളലാണത്. നിങ്ങൾക്ക് ഭീതിയാണെങ്കിൽ ഫെരിജാലും നിങ്ങൾ ബദലായിക്കോളും, ധീരന്മാരായിക്കൊണ്ട് നിങ്ങൾ അത് മുന്നോട്ട് പോവുക ഈ ആശയത്തിൽ. അതാണ് ബദലായി കൊണ്ടുപോവുക, അല്ലാതെ നടന്നിട്ടല്ല. എവിടുക്ക ഈ ധാരാളമില്ലെങ്കിൽ എവിടുന്ന അവർക്ക് നടന്നിട്ട് കിട്ടിയത്? എവിടുന്ന കിട്ടിയത്? ഒരുപാട് നിരവധി സ്ഥലത്ത് ഈ ചാല് വന്നിക്കണല്ലോ. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയുദ്കറു ഫീഹി റിജാലുൻ ലാ തുൽഹിഹിം ഫീഹി റിജാലുൻ യുഹിബ്ബൂന യതതഹറു. വേറൊരു സ്ഥലത്ത് വഅദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ റിജാലൻ. എവിടെ റിജാലിനെ, എവിടെ ഇവര് ഈ നടന്നിട്ടെന്ന് അല്ലാതെ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ട്? ബാക്കി എല്ലാ സ്ഥലത്തും പുരുഷന്മാരെന്ന് അവർത്തിക്കണം. നമ്മൾ പറയുന്ന ആണായിട്ട് ഏതെങ്കിലും നിലക്ക് നിന്നെ ഭീതി അലട്ടുകയാണെങ്കിൽ ആണായി നിലകൊണ്ടുകൊണ്ട് ഈ ആശയവുമായി നീ മുന്നോട്ട് പോവുക. ആ ഉറുക്കുബാനല്ല, അല്ലെങ്കിൽ ഒരു യൂണിറ്റി ആയിക്കൊണ്ട് കെട്ടുറപ്പോടുകൂടി. റക്കിബാന്ന് പറഞ്ഞാൽ തന്നെ എവിടേക്കാ കയറുന്നത്? ഈമാനിലേക്കാ കയറുന്നത്. നോഹ നബി മകനോട് കയറാൻ പറഞ്ഞത് എവിടേക്കാ? ഇറക്കവുമായ ഇന്റെ പിന്നിലും മോശമേക്കിട്ട് ഇന്റെ പിന്നിൽ കയറിയതല്ല കാര്യം. ഈ ഈമാനിലേക്കാ കയറാൻ പറയുന്നത്. തെർക്കപ്പിന്റെ തപക്കെന്നാൻ തപക്ക് എവിടേക്കായി കയറി പോണത്? അവിടെ റക്കിബുണ്ടല്ലോ. തെർക്കപ്പിന്റെ തപക്കെന്നാൻ തപക്ക് നിങ്ങൾ പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങൾ കയറിപ്പോവും. എവിടേക്ക് കയറിപ്പോവും? മറ്റേ എവിടേക്കാ സ്വാമികൾ പോണത്? അവിടേക്കോ? അതല്ല ബസ്സിന്റെ കോണിപ്പടി, അതല്ല വിമാനത്തിലേക്ക് ഒരു ഇത് വെച്ചിട്ട് കോണിപ്പടി, അവിടേക്കോ? എവിടേക്കാ ഈ കയറുന്നത്? വിശ്വാസ രംഗത്തേക്ക്, ആശയ രംഗത്തേക്ക്, പരിവർത്തനത്തിന്റെ പുരോഗതിയുടെ പാതയിലേക്ക് നിങ്ങൾ കയറിപ്പോകുന്നാണ് പറഞ്ഞത്. മകനോടും പിതാവ് കയറാൻ പറഞ്ഞത് എവിടേക്കാ? എന്റെ വണ്ടിയുടെ പിന്നിൽ കയറിക്കോന്നാണ്. എവിടെ വന്നപ്പോ ആരോട് പറഞ്ഞു? ഈ ലോകത്ത് കോടാനുകോടി ജീവജാലങ്ങൾ, സ്പീഷ്യസ് തൊട്ടിട്ട് അണുക്കൾ തൊട്ടിട്ട് ഭൂമിക്കടിയിൽ കോടാനുകോടി ജീവജാലങ്ങൾ, വെള്ളത്തിൽ കോടാനുകോടിയുണ്ട്, ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി. ഈ ജീവജാലങ്ങളുടെയൊക്കെ ഏറത്തെ ഇണയെ തരാനാണ് തന്നെ നൂഹനബിക്ക് അവിടെ ഒഴിവുണ്ടാവണം. ഒരു തുമ്പിലെ ഇണയെ തെരഞ്ഞിട്ട് എത്ര ഇതിന്റെ ഇണകളെ തെരഞ്ഞു നടക്കാനേ ഒഴിവുണ്ടാവും. കോടാനുകോടി ജീവജാലങ്ങൾ ആ ഭൂമിയിൽ. ഇതിനൊക്കെ പോലെ ഈ കപ്പലിൽ ഇണകളെ കഴിച്ചാൽ നിന്നാല് അള്ളാഹ്ക്കാണ് വീണ്ടും സൃഷ്ടിച്ചാൽ പോലെ. എന്തിനാ ഇത് തെരഞ്ഞെടുക്കാനൊക്കെ? അള്ള വിചാരിക്കുമ്പോൾ സൃഷ്ടിക്കാൻ പറ്റുന്ന അള്ളാഹു എന്താ ഈ പറയുന്നത്? കഴിയോ? ഒരു 10,000 കൊല്ലം തെരഞ്ഞാൽ നമുക്ക് കഴിയും ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഇണകളെ ഒരു കപ്പലിൽ കയറ്റാൻ? ഒന്നിനെ പിടിച്ച് കയറ്റുമ്പോൾ മറ്റേ ചാടിപ്പോയി. ഇവർക്ക് പ്രായോഗികളൊന്നും പ്രശ്നമില്ല. ഇവര് ഒരു ജനസമൂഹത്തിന്റെ എക്കണോമിക്കൽ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥ തകർന്നടിഞ്ഞപ്പോൾ ഒരു രാജ്യത്ത് അതാണ് തൂഫാൻ. അതാണ് ഒരു ജനതയുടെ ജനപ്രളയം. ആ ജനതയെ ബാധിച്ച പ്രളയം അതാണ്. ആ രാജ്യം സാമ്പത്തികമായി, സാമൂഹികമായി, സാംസ്കാരികമായി ആ ജനത തകർന്നടിഞ്ഞപ്പോൾ ആ രാജ്യത്തെ എല്ലാ സമൂഹങ്ങളിൽ നിന്നും ആളുകളെ വിളിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടി ആ രാജ്യത്തെ രക്ഷിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാനാ പറഞ്ഞത്. അതാ മിൻകുല്ലി സൗജയിലിനെ എല്ലാവരിൽ നിന്നും ഇഗ്നൈനിയായ നല്ല ശ്ലാഘനീയമായ ആളുകളെ എല്ലാ സമൂഹത്തിൽ നിന്നും ശ്ലാഘിക്കപ്പെടുന്ന പ്രൈസുവർത്തിയായ പുകഴ്ത്തപ്പെടേണ്ട ആളുകളെ അതിൽ വിളിച്ചു ചേർത്തുകൊണ്ട് ഇനി എന്തുണ്ട് ഈ തൂഫാനിൽ നിന്ന് ഈ ജനതയെ രക്ഷിക്കാനെന്ന് ആലോചിക്കാനാ പറഞ്ഞത്. ഇത് പഠിപ്പിക്കുന്ന ഈ ഖുർആന്റെ ആൾക്കാരൊക്കെ ഒന്ന് കിഴക്കോട്ട് പോകുമ്പോൾ ഒന്ന് തെക്കോട്ടാ. ഇത് ഒരാൾക്ക് മറ്റാളിന്റെ ഓഫീസർക്ക് ഞാൻ ഇതൊക്കെ കണ്ടിട്ട് മക്കളെ എന്നെ പേടി നിന്നു.
ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ഇല്ല ഒഴിവാക്കി വിടി. ഈ പ്രത്യയശാസ്ത്രം പറയാൻ മാത്രമല്ല, പാത്രമൊന്നും പെട്ടക്ക് വലിപ്പല്ല. ഇത് ഒഴിച്ചു കൊടുക്കാനുള്ള തലവലിപ്പം ഇതിലില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഇതാണ്. ഇത് 4 ആളെ കൂട്ടി വേറൊരു ഗ്രൂപ്പ്, എന്നിട്ട് ഞാൻ വേറൊരാൾക്കെതിരെ നോട്ടീസ്, അയാൾ ഇയാൾക്കെതിരെ നോട്ടീസ്, ഈ 4 ആളെ വേറെ പറഞ്ഞു നോക്കിക്കൂടെ? ഇതാണ് ഞാൻ ഇത് മനസ്സുമാടുത്തിട്ടാണ് ഞാൻ പറയും, നിങ്ങൾ നമ്മളെ ഒഴിവാക്കി. ഇതിനൊന്നും ഒക്കെപ്പാടിന്റെ ഒന്ന് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന ഒരു മാസികയൊക്കെ നടത്തി അതിനൊരു അതിനെതിരിൽ പാര. ഇതൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, ഇതൊരു ആശയം ഉണ്ടാക്കി, ഒരു എഡിറ്റ് ബോർഡ് ഉണ്ടാക്കി, ഒരു ഫിനാൻസ് കമ്മിറ്റി ഉണ്ടാക്കി, ഒരു മാനേജിങ് കമ്മിറ്റി ഉണ്ടാക്കി, ഈ എല്ലാ ആളുകളും ഇതൊന്നും ഭാഗവാക്കാക്കി, എല്ലാ ആളുകളും ഇതിലൊന്നും ഭാഗവാക്ക്. അപ്പൊ ഓരോരുത്തർക്കും താല്പര്യം ഉണ്ടാവും. അത് ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതൊക്കെ ഖുർആനിന്റെ നിർദ്ദേശമാണത്. അഭിപ്രായ വ്യത്യാസമില്ല ആളുകളിൽ നിന്ന് അംഗീകരിക്കപ്പെടുന്ന. അതാണ് ഇബ്നൈനി 2 സലാം എന്ന പുകഴ്ത്തിയതാണ്. പുകഴ്ത്തപ്പെടേണ്ട, ശ്ലാഘിക്കപ്പെടേണ്ട എല്ലാ സമൂഹങ്ങളിലും അംഗീകരിക്കപ്പെടുന്ന ആളുകളെ ഒരേ പ്ലാറ്റ്ഫോമിൽ കയറാൻ. അതാണ് എവിടുന്നൊക്കെ പോകുന്നത്. തർക്കമില്ല. എവിടേക്കായി കയറുന്നത്? ഞാൻ പറഞ്ഞത് ഒരു കാഫിറിനെ എന്റെ വണ്ടിയുടെ പിന്നിൽ കയറ്റിയിട്ട് എന്താ കാര്യം? ഒരു ഖുർആൻ നിഷേധനോട് പറഞ്ഞതിന്റെ ബേക്കുമ്പോ പിന്നിൽ കയറിക്കോന്നാണ് എന്താ കാര്യം? ഈ ആശയത്തിൽ കേൾക്കോ? പിന്നീ കയറിയുണ്ട്. മകൻ നിഷേധിയാണെന്ന് വാദത്തിന് സമ്മതിക്കാൻ വിചാരിച്ചോ? വാദത്തിന് സമ്മതിച്ചു. അത് മകനായി തന്നെ കൂട്ടി. ഓക്കെ, സമ്മതിച്ചു. അവൻ നിഷേധിയാണ്. ഓക്കെ, സമ്മതിച്ചു. അവൻ ഈ കപ്പൽ കയറ്റിയിട്ടെന്താ കാര്യം? നേരാവോ? അവനോട് പറയുന്നത് ആശയത്തിലേക്ക് കയറി മോനെ എന്നാണ് ആ പറയുന്നത്. അതാണ് റുക്കൂബ്, അതാണ് ഇറക്കവും മാഹന. മനസ്സിലായിട്ടുണ്ടാവുന്ന അതാണ് ലർക്കബിന്റെ തബക്കന്നാൻ തബക്ക്. അതാണ് റുക്കുബാൻ, അതാണ് റക്കിബ്, അതാണ് റുക്കുബാൻ. ഒരു യൂണിറ്റിയോടുകൂടി ഈ വാഹനത്തിൽ ഒരു ഐക്യത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് വല്ല ഭീതിയും ഇതിനെതിരിൽ വരുമെന്നുള്ള പേടി വരികയാണെങ്കിൽ നിങ്ങൾ സ്വയം റജലായിക്കൊണ്ടും പരസ്പരം ഒരു യൂണിഫോമിറ്റിയോടുകൂടി പരസ്പരം ഐക്യത്തോടുകൂടി ഈ വാഹനത്തിൽ ഒറ്റക്കെട്ടായി കയറിക്കൊണ്ടും നിങ്ങൾ മുന്നോട്ട് പോകണം. എന്താ ഖുർആന് പറയാനുള്ളത്? ഇത് ഒരു ഫിസിക്കലി ഒരു അനുഷ്ഠാനമാക്കി മാറ്റി, അനുഷ്ഠാന കർമ്മമാക്കി മാറ്റിയപ്പോൾ ഇത് പ്രായോഗികല്ലാതായപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു നടന്നു. അപ്പൊ ഉസ്താദന്മാര് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചു, എങ്ങനെ ഇത് നടപ്പിലാവൂലെങ്കിൽ നിങ്ങൾ സുജൂദ് വേണ്ട, റുക്കൂ വേണ്ട, കൈ കെട്ടണ്ട, ഫാത്തിഹ ചൊല്ലണ്ട, ആമീൻ വേണ്ട, വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ മതിനാക്കി. ഇതിന്റെ പ്രായോഗികത ഒന്നും പ്രശ്നമല്ല. അപ്പൊ പ്രായോഗികതയൊന്നും അതിപ്പോ എങ്ങനെ നടപ്പിലാക്കാൻ അതൊന്നും ഇപ്പൊ ചോദിക്കണ്ട. അത് അള്ളപ്പോ അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ ഒരു ദീന എളുപ്പാണെന്നും പറയും. ദീന എളുപ്പം, പക്ഷെ മതം പ്രയാസ. ദീന എളുപ്പാണെന്ന് ഞാൻ പറയില്ല. എന്താ ദീന എളുപ്പമല്ലേ? ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഈ സംസാരം സത്യമാണ് പറഞ്ഞാൽ മതി. എന്താ എളുപ്പമായത്? ഇപ്പൊ നമ്മൾ ഡീലിംഗ് നടത്തിക്കൊണ്ടിട്ട് ആ നടത്തുന്ന ഡീലിംഗ് നീതിയിലാണ് ആക്കിയാൽ മതി, എളുപ്പമായത്. ഇപ്പൊ നമ്മൾ പ്രവർത്തിക്കേണ്ട ആ പ്രവർത്തനങ്ങൾ ചൂഷണരഹിതമാക്കിയാൽ മതി, എളുപ്പമല്ലേ? ദീനെളുപ്പാണ്. പക്ഷെ മതം പ്രയാസാണ്. മതം പ്രയാസാണെന്ന് പറയുന്നത് നമ്മളല്ല ഒരു തയമ്മിന്റെ നായി തൊടാത്ത മണ്ണ് തരാൻ പറയാൻ കിട്ടൂല ലോകത്തിൽ. അതിന് പണ്ടൊക്കെ എന്താ ചെയ്യണം? ഈ വെള്ളം കോരുമ്പോ ബക്കറ്റിന്റെ ഈ തലപ്പ് ഈ കിണറ്റിന്റെ ഇങ്ങനെ പൊക്കുമ്പോ എവിടെയെങ്കിലും ഒന്ന് മുട്ടിക്കല, കയറുകൊണ്ട് ഇങ്ങനെ മുട്ടിക്കുമ്പോ ആ കുളത്തുമ്പോ ലേശം മണ്ണ് കിട്ടും. അത് പൊടിച്ച് ഉണക്കിയിട്ട് അതിമേറ്റാൻ പറ്റിയത് പണ്ടൊക്കെ. അതാണ് പറയുന്നത്. ഒരു ഞാൻ പറഞ്ഞത് ഇവിടെ കിണറ്റിന് വെള്ളം മുക്കുന്ന ഈ കാലത്ത് കിടക്കും. പക്ഷെ സ്പേസിലാണെങ്കിൽ എന്തോ അല്ലെങ്കിൽ നടക്കുക. സ്പേസിൽ കഴിയുന്ന ആളുകളൊക്കെ കഴിയാം. ഐസ് കണ്ടല്ല രാജ്യത്ത് എങ്ങനെയാണ് നടക്കുക? അതൊന്നും നടക്കൂല. അതാണ് ഒരു തയമ്മം പ്രായോഗികമാക്കാൻ ഇവർക്ക് സാധിക്കൂല. മതമാണ്. ദീൻ എളുപ്പമാണ്. ദീൻ എന്താണ്? ദീൻ എന്ന് പറയുന്നത് എളുപ്പമാണ്.
സത്യം ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ട ഞാനെന്നുള്ളത് ഈ സംസാരം സത്യസന്ധമാക്കിയാണ്. നോണ പറയാൻ നിർത്തുക എളുപ്പമായില്ലേ? ഞാനും നിങ്ങളും സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവർത്തനം നീതിപൂർവമാക്കിയാൽ മതി, അനീതി അതിനാണ് ഒഴിവാക്കുക. എളുപ്പമായില്ലേ? അതാണ് റുക്കുബാൻ റക്കിബ റുക്കുബാൻ ഇർക്കബ് അതിന്റെ അമ്ര തെർക്കബുന്ന അതിന്റെ തേക്കിയതിന്റെ നൂന് വന്നാലും തെർക്കബുന്ന തേക്കിയതിന്റെ നൂന് വന്നാൽ തഫ്അലുന്ന എന്ന് പറയും പോലെ നിങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. തെർക്കബുന്ന നിങ്ങൾ കയറി പോവുക തന്നെ ചെയ്യും. തബക്ക ഞാൻ തബക്ക്. ഏത് വണ്ടിയിലേക്കാണ് കയറുന്നത്? ബസ്സിൽ നിന്ന് ലോറിയിൽക്കും, ലോറിയിൽ നിന്നും അല്ല ലോറിയിൽ നിന്ന് കാറിൽ നിന്ന് ബസ്സിൽക്കും, ബസ്സിൽ നിന്ന് ട്രെയിനിൽക്കും, ട്രെയിനിൽ നിന്ന് വിമാനത്തിലേക്കും അങ്ങനെ കയറിപ്പോകുന്ന പുരോഗതിയുടെയും വിശ്വാസത്തിന്റെയും ഈ ആശയത്തിന്റെയും ചവിട്ടുപടിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് പറഞ്ഞത്. അതൊക്കെ ആശയപരമായ പോക്കാണ്. അതെന്നെയാണ് പറഞ്ഞത്. മകനെ മഴകളിൽ കണ്ടു. മഴകൾ എന്ന് പറഞ്ഞാൽ ഇവരെയിരിക്കുന്ന വെള്ളത്തിന് മുങ്ങിപ്പൊങ്ങണത് കണ്ടു. പരമ അദ്ദേഹം പിതാവ് ആ മകനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങണ കണ്ടപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു ഇർക്കവുമായന മോനെ നമ്മളൊപ്പം കയറ്. മാഴുതൽ എന്ന് പറഞ്ഞാൽ അസലാന്ന് പറഞ്ഞാൽ എഴുത്തസല. അസലി എന്നാണ് എഴുത്തസലുണ്ടായത്. പല ഇഫ്താല പറയും പോലെ ഈ ആശയത്തിന് അകന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അതാണ് ഫലത്തസലു നിസാബ് ഫലം മാഴുത്തസലവും എഴുത്തസലത്തുമൂഹും. അതാണ് മാഴുതല്. അല്ലാതെ വെള്ളത്തിൽ മുങ്ങിപ്പോകണത് എവിടുന്നാണ് ഈ അർത്ഥം കിട്ടിയത്? അസല എഴുത്തസല, ഫഅല ഇഫ്താല, ഖതല ഇഖ്തതല, ജമാ ഇജ്തമാ. ഇത് ഭാഷയല്ലേ? അസല എഴുത്തസല, അസല അതിനാണ് മാഴ്തല് മഫ്ഊല് രൂപത്തിൽ വന്നപ്പോൾ ഈ ആശയത്തിൽ നിന്ന് അകന്ന് അസല അവൻ എഴുത്തസല അകന്നു നിൽക്കുകയാണ്. ഈ ആശയത്തോട് അടുക്കുന്നില്ല. ഈ ആശയത്തോട് അടുക്കണില്ല എന്ന് ആ അർത്ഥം വന്നാൽ ഈ കയറിൽ എടുത്ത്. അപ്പൊ ആ കയറിൽ അവിടുന്ന് അട്ടിമറിക്കാനാണ് ഇവര് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങലാക്കിയത്. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങാൻ എങ്ങനെ മാഴ്തലിന് കിട്ടുന്നത്? അസല അതിന് അസല എന്ന് പറഞ്ഞാൽ അതിന് ചെയ്യാന്നാ അകന്ന് നിൽക്കുകയാണ്, വിട്ടൊഴിഞ്ഞ് നിൽക്കുകയാണ് ആശയപരമായിട്ട്. അതിനാണ് യുദ്ധത്തില. ഇക്കാല പറഞ്ഞാൽ സ്വയം മാറി നിൽക്കുകയാണ്. അപ്പൊ ഈ ആശയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നപ്പോൾ ഈ ആശയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതായിട്ട് ആ മകനെ കണ്ടപ്പോൾ ആ മകനോട് പറഞ്ഞു, മോനെ ഞങ്ങളുടെ കൂടെ ഈ കപ്പലിലേക്ക് കയറിക്കോ, ഈ ആശയത്തിലേക്ക് കയറിക്കോ മോനെ. ഇതാണ് ആ പറഞ്ഞത്. ഇങ്ങനെ ഖുർആനിലെ പ്രായോഗികമായ വശങ്ങളെ മുഴുവൻ അപ്രായോഗികമാക്കി. എല്ലാ വാക്കുകളും ഖുർആനിലെ എല്ലാ വാക്കുകളും അട്ടിമറിച്ചു. ഒന്നത് മാത്രമല്ല, മഴ പെയ്യാന്ന് പറഞ്ഞപ്പോഴും മഴ പെയ്യൽ തന്നെ ആക്കി. അത് ആകാശത്തുനിന്ന് മഴ. ഞാനപ്പോ ചോദിച്ചു, ഈ മദ്രസവ് എന്താണ്? ചീത്ത മഴ എന്താണ്? സൂര്യൻ തന്നെ തെറ്റായ പ്രവർത്തനങ്ങളാണ്, കൊളാപ്സാണത്. ഒരു രാജ്യത്തിന്റെ തകർച്ചയാണ്. വേറെ വലിയ വിഷയമാണ് അപ്പൊ പോണത്. അപ്പോ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഖുർആനിലെ ഒരു വചനം തന്നെ നേരാം വണ്ണത്തിൽ വിശദീകരിക്കുകയാണെങ്കിൽ അതിന്റെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലേക്ക് ചില ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാ പറഞ്ഞത്. ഇപ്പൊ കുരങ്ങാകാൻ പറഞ്ഞപ്പോ തന്നെ നോക്കി, ഇപ്പൊ എന്തോ എന്നോട് ആലോചിച്ച് കുരങ്ങെന്താ ഉണ്ടായിരുന്നു മനുഷ്യന്. യാബനി ആദമെന്ന് മാറ്റിയിട്ട് നീ യാബനി കീർത്തുന്നാക്കുക. ആയത്ത് മാറ്റി നമുക്കുന്നുണ്ട്. യാബനി ആദമെന്നുള്ളവർക്ക് നീ യാബനി കീർത്തുന്നാക്കുക. മനുഷ്യ മക്കളെ എന്നുള്ളവർക്ക് കുരങ്ങിന്റെ മക്കളെ എന്നാക്കുക നീ നമുക്കുന്നാണ്. അല്ലാതെ എന്താ കാട്ടും? നിങ്ങൾ 10,000 കൊല്ലം 1,00,000 കൊല്ലം ഒരു കുരങ്ങനെ മരത്തമ്മ വിട്ടാകാൻ ആ മരം പൊളിച്ചിട്ട് ഒരു വീടുണ്ടാക്കാൻ കുരങ്ങൻ ചിന്തിക്കൂല. കുരങ്ങായിട്ടുണ്ട്. ആന ഒടുങ്ങണ്ടായി പയ്യ വെച്ചിട്ടോ, പയ്യ കൊണ്ട് ആന വെച്ചിട്ടോ. ഈ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു മനുഷ്യപ്പോഴും കുരങ്ങാനെന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാണ്. പരിണാമം മനുഷ്യന് സംഭവിച്ചിട്ടില്ല. മനുഷ്യന് പരിണാമം സംഭവിച്ചിട്ടില്ല. അക്സറും ഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും കുരങ്ങാണ്. കുരങ്ങാനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
അനുകരണം. നമ്മളെ ഈ കുരങ്ങിന്റെ ഒരു കഥ ഉണ്ടല്ലോ, തൊപ്പിക്കാരന്റെ കുരങ്ങിന്റെ കഥ. ആ കുരങ്ങ് തൊപ്പിക്കാരൻ തൊപ്പി എടുത്തിട്ട് തലയിൽ വെച്ചപ്പോ മൂപ്പരും എടുത്ത് തലയിൽ വെച്ചു. തൊപ്പിക്കാരൻ ചെടി എടുത്തപ്പോ മൂപ്പരും ചെടി എടുത്തു. തൊപ്പിക്കാരൻ തൊപ്പി എടുത്തെറിഞ്ഞപ്പോ മൂപ്പരും തൊപ്പി എടുത്തെറിഞ്ഞു. ഇതുപോലെയാണ് ഇവിടുത്തെ പുരോഹിതന്മാർ അല്ലെങ്കിൽ ഭൂരിപക്ഷം ജനങ്ങളും അനുകരണത്തിന്റെ സ്വന്തമായി. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ആയത്ത് മതിയല്ലോ ലോകത്ത് മാറ്റം ഉണ്ടാക്കാൻ. ആ ഒരൊറ്റ വചനം മതി ലോകത്ത് മാറ്റം ഉണ്ടാക്കാൻ. മനുഷ്യരെ നിങ്ങൾ കുരങ്ങാകെ. എന്തിനാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്? ഇപ്പൊ 50 കൊല്ലം മുമ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു 40-30 കൊല്ലം മുമ്പ് മനുഷ്യന് ഒരൊറ്റ തുണിയുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നന് വരെ ഒരു തുണിയുള്ളൂ. അവിടുത്തെ വലിയ ആചാര്യർക്ക് വരെ ഒരു തോളമുണ്ടാവും വേറെ കേൾക്കാം. പിന്നെ എവിടുന്നാണ് ഈ തൊപ്പി വന്നത്? തൊപ്പിയുടെ മുകളിൽ വേറൊരു മുണ്ട് വന്നതവിടെ, അതിന്റെ മുകളിൽ ഒരു തലീകെട്ട് വന്നതവിടെ, തോളിലൊരു മുണ്ട് വന്നതവിടെ, കയ്യിലൊരു ടൗവല് വന്നതെവിടുന്ന. ഇതെന്താന്ന് പറഞ്ഞാൽ ആരോ അങ്ങനെ ചെയ്തു, ഞാനും ചെയ്യാം. എന്തിനാ ചെയ്യണു അറിയില്ല. എന്തിനാ ഇത് ചെയ്തത് അറിയില്ല. യൂറോപ്പിൽ എന്താണോ ചെയ്യുന്നത് അത് നമ്മളും ചെയ്യാം. വേറൊന്നില്ല. അനുകരിക്കാൻ. അതൊരു ഖുർആൻ പറയുന്നത് നിങ്ങൾ അനുഭരങ്ങാകരുത്, ഒന്നിനെ അനുകരിക്കരുത്. നിങ്ങൾ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിത്വമാണ്. ആ ഓരോ വ്യക്തിത്വവും അവനവന്റെ കഴിവുകൾ എന്തോ ആ കഴിവുകൾ ഉപയോഗിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ലോകത്ത് പുരോഗതി ഉണ്ടാവുള്ളൂ. എന്തിനാ ഈ കൊണ്ടുള്ളത് അറിയില്ല. എന്തിനാ നിസ്കരിക്കണം അറിയില്ല. അതറിയില്ല. നിസ്കരിക്കാം, എല്ലാവരും നിസ്കരിക്കാണ്ട് ഞാനും നിസ്കരിക്കാം. ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമോ? കിട്ടിയതായിട്ട് ചരിത്രമല്ല. ആർക്കെങ്കിലും ഒരു ഗ്ലാസ് ചായയെങ്കിലും കിട്ടിക്കണോ? അതില്ല. ഇതെന്താ അബ്ദുറഹ്മാനൊക്കെ കൊടുത്തോണ്ട് കിട്ടി. ഉസ്താദെ ആർക്കെങ്കിലും ഒരു ഗ്ലാസ് ചായ നിസ്കരിച്ചിട്ട് കിട്ടിക്കണോ? കിട്ടിയിട്ടില്ല. നിങ്ങളുടെ തന്നെ ആവശ്യം പരിഹരിച്ചിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളെന്നെ നിങ്ങളോടെ കൈ നീട്ടുന്നത്. ഈ ഉസ്താദുമാരെന്നെ നിങ്ങളോടെ കൈ നീട്ടുന്നത് അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. പ്രവർത്തിക്കാത്തവരാണ് വരുന്നത്. ലോകത്ത് തുഴർന്നിട്ട് ഞങ്ങൾക്ക് ഇന്നത് കിട്ടി എന്ന് പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. തുഴർന്നിട്ട് കിട്ടിയതാണ് ഈ പേന എന്ന് പറഞ്ഞത് ഞാൻ ഒരാളെ കണ്ടിട്ടില്ല. തുഴർന്നപ്പോ കണ്ടുകൊണ്ട് ഒരു പേന ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ വന്നിട്ട് കയ്യിൽ വന്നു വീണു ഞാൻ കണ്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് വന്നതെന്ന് പറയുന്നത് എനിക്ക് തുറന്നിട്ട് കിട്ടിയതാണ്. ഒരാളും പറയാൻ തയ്യാറല്ല. മനുഷ്യ ലോകത്ത് അധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും കണ്ടെത്തലിലൂടെയും മാത്രമേ ലോകത്ത് എന്തെങ്കിലും കിട്ടിയിട്ടുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുവന്നാൽ മതി. അത് ഇവരും സമ്മതിക്കൂല. ഇവര് തന്റെ അനുയായികളോട് പറയും, മക്കളെ അള്ളാനോട് ചോദിക്കും. പടച്ചോൻ തന്നെ പറഞ്ഞത് ഉള്ളവരോട് ഇല്ലാത്തവർക്ക് കൊടുക്കാനല്ലേ പറഞ്ഞത്. അങ്ങനെ ഈ പടച്ചോൻ പറയില്ല ഞാൻ കൊടുത്തോളാം ഓർക്ക്, നിങ്ങളൊന്നും ഓർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ സാധുക്കളൊക്കെ ഞാൻ സഹായിച്ചോളാം, എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമല്ലോടെന്ന് പറഞ്ഞാൽ പോരെ. അത് പറഞ്ഞാലേ എന്തിനാ സമ്പന്നരോട് എന്തിനാ ഉള്ളവരോട് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറയണേ? അപ്പൊ ഇല്ലാത്തവർക്ക് കിട്ടാനുള്ള മാനദണ്ഡം ഉള്ളവർ കൊടുക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ. അതാണ് കഴിവുള്ളവർ, സാമ്പത്തികമായി കഴിവുള്ളവർ ദുർബലരും അനാഥരും അശരണരും ആയ ആളുകൾക്ക് കൊടുക്കാനാ പറഞ്ഞത്. ആ അശരണരും ദുർബലരും അനാഥരുമായ ആളുകൾ എന്നോട് ചോദിക്കട്ടെ, ഞാൻ കൊടുത്തോളാം, ഓർക്ക് നിങ്ങളൊന്നും കൊടുക്കണ്ടെന്ന് എന്താ പറയേണ്ടത്? അപ്പൊ സാധുക്കളുടെയും ദുർബലരുടെയും അശരണരുടെയും ഒക്കെ പുനരധിവാസവും അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ബാധ്യത കഴിവുള്ള ആളുകളുടെ കയ്യിലാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹേക്കൊന്ന് വാങ്ങാനല്ല. എവിടെ അള്ളാഹിനോട് കിട്ടിയിട്ടുള്ളത്? ഇവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഇവർ ഈ സമ്പന്നരായ ആളുകളോട് കൈനീട്ടല്ലേ ചെയ്യുന്നത്. അതാ ഞാൻ പറയണത്. ഈ ബീച്ചുകള് മലയാളം ഇപ്പൊ പറയണില്ല, പിന്നെ നിങ്ങൾ പറഞ്ഞാൽ രക്തം കുടിക്കാനവര്
മനുഷ്യരാളപ്പോ എനിക്ക് പറയാൻ കഴിയില്ല. സാധുക്കള് രക്തം കുടിക്കാനവർ ഇന്നലെ ഒരു 200 കോടി ഇവിടുത്തെ ഒരു ഉസ്താദിന്റെയൊക്കെ കൊണ്ടു കൊടുത്താക്കണം. ഒരു 2000 കോടി. ഉസ്താദ് ഇത് നിങ്ങൾ ദീനീ പ്രവർത്തനം നടത്തിക്കോളി. ഉസ്താദ് നിങ്ങള് ഏതെങ്കിലും ഉസ്താദിന്റെ പേരൊന്നും ഇപ്പൊ ഞാൻ പറയണില്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ ഉസ്താദിന്റെ ഇതാ ഒരു 2000 കോടി. ഉസ്താദ് ഇതുകൊണ്ട് നിങ്ങൾ ദീനീ പ്രവർത്തനം നടത്തിക്കോളി എന്ന് പറഞ്ഞാൽ ഉസ്താദ് കൊണ്ടാകത്തിരിക്കും. പിറ്റേ ദിവസം കയറി വിമാനം. ആർത്തി തീർന്നില്ലല്ലോ. ഇത്ര ആർത്തി തീരാത്ത ഒരു ജനത ഞാൻ ലോകത്ത് ഈ പുരോഹിതം നമ്രൂദും കാറൂനും പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാ ഞാൻ പറയുന്നത്. ഈ സാധുക്കളുടെ പിച്ചത്തട്ടിയിൽ കയ്യിട്ട് വാരിയിട്ടില്ല. നമ്രൂദ് പോലും ചെയ്തിട്ടില്ല, അബു സുഫിയാൻ ചെയ്തിട്ടില്ല, അബൂ ജഹൽ ചെയ്തിട്ടില്ല, ഉത്ബത്ത് ചെയ്തിട്ടില്ല. ഇവർ പോലും ചെയ്യാത്ത അത് വളരെ ക്രൂരമായ ഈ സമൂഹത്തിന്റെ രക്തം മുറ്റിക്കുടിക്കുന്ന ഒരു പണിയാണ് ഈ ജനത പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ജനത ഉണ്ടോ? എത്ര കിട്ടിയാലും മാറ്റി തീരാത്തത്. ഇതിന്റെ ഏതെങ്കിലും ഒരു ഉസ്താദ് മതിയോ? കിട്ടിയതും മതി. ഇനി ഞാൻ ദിക്റും ദ്വയും സലാത്തും തസ്ബീഹും തഹജ്ജുദുമായിട്ട് ഞാൻ എന്റെ കുടി കുത്തിരിക്കാം. ദീനി നിങ്ങളെ നടത്തിക്കോളെന്ന് ആരെങ്കിലും പറയോ? പറയില്ലല്ലോ, പറയില്ല. എനിക്കിപ്പോ അത്യാവശ്യക്കായി 1000 കോടിയുടെ ആസ്തിയൊക്കെയായി. ഇപ്പോ ഞാൻ ഇനി അള്ളാന്റെ അടുത്തേക്ക് പോകാനായിക്കണം. ഞാൻ ഈ ദീനൊക്കെ നടത്തി ഞാൻ എന്റെ കുടിയിൽ ദിക്റും ദ്വയും സലാത്തും തസ്ബീഹും തഹ്മീദും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ പണി നിങ്ങൾ വേറെ നോക്കിക്കോളി, നിങ്ങൾ നടത്തിക്കോളി. ഈ ദീനെന്ന് പറഞ്ഞിട്ട് ചെയ്യൂല. പിന്നെ എടുത്തു ഈ പാത്രം, പിന്നെ എടുത്തു ഈ പിച്ചത്തട്ടി. എന്നിട്ട് ആ ഗൾഫിൽ പോയി പാവങ്ങൾ അവിടെ ജീവിക്കാൻ വകയില്ലാതെ അവിടെ പോയിട്ടെങ്കിലും എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാൻ പോയിട്ട് അവിടെ പോയി റൂമിൽ വന്ന് കുത്തിരിക്കുക. ഇത് പണ്ടരം പോട്ടേന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ജനതയെ ചൂഷണം ചെയ്യാൻ. അപ്പൊ ഞാൻ പറയുന്നത് അനുകരണത്തിന്റെ ഈ സ്വഭാവം മാറ്റാനാണ് ഖുർആൻ പറഞ്ഞത്. 90% അക്സർ എന്ന ഖുർആൻ പറഞ്ഞ അധികം ആളുകളും ലായഹത്തിലും ചിന്തിക്കുന്നില്ല, കൊരങ്ങാനാണ് ചിന്തിക്കുന്നില്ല, അനുകരണമാണ്. ഒരു കണ്ടുപിടുത്തത്തിൽ വരെ അനുകരണം പാടില്ല എന്നെന്റെ അഭിപ്രായം. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ മറ്റേയാൾ കണ്ടുപിടിക്കട്ടെ, ബസ് വേറൊരാൾ കണ്ടുപിടിക്കട്ടെ, ലോറി വേറെ ആള് കണ്ടുപിടിക്കട്ടെ. ഓൻ കണ്ടുപിടിച്ചതിന്റെ പിന്നാലെ കൂടിയല്ല. അവിടെ വരെ കൊരങ്ങാകരുതെന്നാണ്. ഈ ഒരൊറ്റ ആയത് മതി എന്താ ലോകം മാറാൻ. ഒരു കണ്ടുപിടുത്തത്തിൽ വരെ നിങ്ങൾ കൊരങ്ങാകരുത്. പക്ഷെ ഭൂരിപക്ഷം കൊരങ്ങാണ്. കൊരങ്ങുന്ന പരിണാമം കിട്ടിയിട്ടില്ല എന്നെന്റെ അഭിപ്രായം. കൊരങ്ങുന്ന മനുഷ്യണ്ടാകുന്നത് ഞാൻ പറഞ്ഞു. ഇപ്പോഴും മനുഷ്യൻ കൊരങ്ങാണ്, പരിണാമം കിട്ടിയിട്ടില്ല. കണ്ടുപിടുത്തത്തിൽ വരെ കൊരങ്ങാകാൻ പാടില്ല എന്നെന്റെ അഭിപ്രായം. റൈറ്റ് സഹോദരൻ ഇതുപോലെ പിരാന്താണ്. ഇത് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തുകാർക്ക് കിട്ടിയ ഒരു തലക്ക് സുഖല്ല. എന്തെങ്കിലും കണ്ടുപിടിച്ച് അത് ഖുർആനിലുണ്ട് എന്ന് പറയാം. ഇതൊരു മാറാരോഗമാണ്. ആ ഡാർവിന്റെ പരിണാമം കിട്ടാൻ തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾക്ക് വിധേയമായ ഒരു തിയറിയാണത്. അതിന് ഒരു 2000 കൊല്ലം കഴിഞ്ഞാൽ മാറ്റി പറഞ്ഞുകൂടായില്ല. ഖുർആൻ ഒന്ന് മാറ്റാൻ പറ്റുമോ? ഇത് സുന്നത്ത് ജമാഅത്തുകാർക്ക് ബാധിച്ച ഒരു ഭ്രാന്താണിത്. ഇതെന്താ ഭ്രാന്തെന്നോ? എന്തെങ്കിലും ലോകം കണ്ടുപിടിക്കുമ്പോ അത് ഖുർആനിലുണ്ട്, അത് ഖുർആനിലുണ്ട്. എന്നാ ഇത് തലക്കണിയുടെ ചോട്ടിൽ വെച്ചിട്ട് കടന്നുറങ്ങാൻ തുടങ്ങിയിട്ട് കാലത്തിലായിരുന്നെങ്കിൽ ഇതിന് വല്ലതും ഉണ്ടെങ്കിൽ പറയും മക്കളെ. യൂറോപ്പും അമേരിക്കയൊക്കെ തൽക്കാലങ്ങൾ അവിടെ നിർത്തിവെക്കി പരിപാടി. ഇനി മാപ്പിളാർ പറയട്ടത് എന്താണ് ഇതിൽ കണ്ടുപിടിക്കാനുള്ളത്? ഒരു ജലദോഷത്തിനുള്ള മരുന്ന് എന്താ ഇതില്? എന്റെ ഈ കൈ കൊടുത്തു എന്താ ഇതിന് മരുന്ന്? നീ കരിഞ്ചീരകം വെച്ച് കെട്ടാൻ പറ്റുമോ? എന്താ ഇതിന് മരുന്ന്? ജലദോഷത്തിന് ലോകം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാ പറയുന്നത്. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. എന്താ ഇതിന്റെ മരുന്ന് പറയും? ലോകം ഇതുവരെ കണ്ടെത്താത്ത ഒരു രോഗാണോ ജലദോഷം? അതിനിതുവരെ മെഡിക്കൽ സയൻസിൽ മരുന്നില്ലത്ര. എന്നാ പറയും ഖുർആൻ മറിച്ച് നോക്കിയിട്ട് പറയടാ. വേറെ പൊന്നാരം വരാൻ. ഇത് മനുഷ്യന്റെ പച്ചയായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനുള്ളതാണ്. പച്ചയായ മനുഷ്യന്റെ ജീവിതം, അവന്റെ ജീവിതത്തിൽ തന്റെ സഹജീവികളോടും തന്റെ സമൂഹത്തോടും എങ്ങനെ ഡീലിംഗ് നടത്തണമെന്ന് പച്ചയായ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു ദാർശനികമായ ഗ്രന്ഥമാണിത്. സാധാ ദർശനമല്ല. സാധാ ദർശനം എന്ന് പറയാൻ പാടില്ല. അത് ഞാൻ എവിടെയോ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. സാധാരണ ദർശനമല്ല.
പച്ചയായ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇത് ശാസ്ത്രത്തിൽ സത്യങ്ങളുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഗ്രന്ഥമൊന്നുമല്ല. ഒരു ചെരുപ്പിന്റെ വാറ് കേടുന്ന എങ്ങനെ നേതാക്കാന്നുണ്ടോ? ഇങ്ങനെ പറയും, ബാക്കിയുള്ള കാര്യം പറയും. ഒരു ചെരുപ്പിന്റെ വാറ് കേടുന്ന എങ്ങനെ നേരാക്കാം? എങ്ങനെ നേരാക്കാം? ഇതിന്റെ അടിസ്ഥാന സിദ്ധാന്തം നിങ്ങൾ മനുഷ്യ ജീവിതത്തെ സുഗമമാക്കാനും നല്ലതാക്കി തീർക്കാനും മുന്നോട്ട് പോകാനും ഉതകുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സജ്ജീകരിക്കുകയും നിങ്ങൾ ജ്ഞാനം ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ചെയ്യുക. ഇതാ ഖുർആന് പറയാനുള്ളത്. അല്ലാതെ ശാസ്ത്രശാഖയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് അണുബോംബുകൾ ഏതൊക്കെ ഉണ്ടാക്കണം, മരുന്നുകൾ ഏതൊക്കെ ഉണ്ടാക്കണം, ലോഹങ്ങൾ ഏതൊക്കെ ഉണ്ടാക്കണം, വാഹനങ്ങൾ ഇനി ഏതൊക്കെ ഉണ്ടാക്കണം. ഇപ്പൊ കണ്ടെത്തിക്കുന്ന ഏറ്റവും പുതിയ വാഹനം ഇനി നിർത്തിവെക്കും യൂറോപ്പിനോട്. തൽക്കാലങ്ങളൊന്നും നിർത്തിയേക്കും. മാപ്പിളാറുകൾ കുറച്ച് വാഹനങ്ങളെ കുറിച്ച് ഖുർആനോട് പറയാനുണ്ട്, അത് കേട്ടിട്ട് മതി. മരുന്നുകളൊക്കെ ഞാൻ പറഞ്ഞ റൈറ്റ് സഹോദരന്മാർ ഈ ഖുർആൻ കണ്ടിട്ടെന്നല്ല, അതറിയുന്നത് ബൈബിളിന്റെ ഏതെങ്കിലും ഉദ്ധാരണ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ബൈബിളിൽ അങ്ങനത്തെ കുറെ കെട്ടുകഥകളും കുറച്ച് ഐതിഹ്യ കഥകളൊന്നും ഇല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. ബൈബിളിൽ വേറെ ഒന്നുമില്ല. കുറെ കഥകളുണ്ട്. ആ കഥകൾക്ക് ആധികാരികത ഉണ്ടാക്കാൻ നമ്മുടെ മുസ്ലിം സമൂഹമുണ്ട്. ബൈബിൾ കഥകളുടെ ആധികാരികത വെച്ചു കൊടുക്കാനാണ് നമ്മളെ കഥകളൊക്കെ. മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഈ കഥകളൊക്കെ ബൈബിൾ കഥകൾക്ക് ആധികാരികതയും അതിന് പിന്നെ പ്രാമാണികതയും ഉണ്ടാക്കി കൊടുക്കാനാണ്. അത് ഖുർആനിന്റെ കഥകളല്ല. അത് ഈ സമൂഹം തിരിച്ചറിയുന്നില്ല. അപ്പൊ റൈറ്റ് സഹോദരന്മാർ ഇൻ കേസ് കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ വല്ല ബൈബിളിലെ 2 വാക്കേ ഒരു കേട്ടിട്ടുള്ളൂ, ഒരു ഗീത കണ്ടിട്ടില്ല, ഖുർആൻ കണ്ടിട്ടില്ല. ഖുർആൻ കണ്ടിട്ടില്ല ഓര്. പിന്നെ ഓർക്ക് എവിടുന്ന വിമാനം ഉണ്ടാക്കാൻ കിട്ടിയത്? എന്നിട്ട് ഖുർആനിന്റെ അത്ര ലോകം ഖുർആനൊന്നല്ല. ഖുർആൻ മനുഷ്യന്റെ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ അവൻ തന്റെ സഹജീവികളോട് പെരുമാറും, എങ്ങനെ ഒരു സമൂഹത്തിൽ അവൻ ജീവിക്കണം, തന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം, സമൂഹത്തിൽ നിന്ന് തന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ ഗുണകരമാക്കി മാറ്റാം. അവന് കുരങ്ങാകരുത്. അതാണ് കുരങ്ങാകരുത് എന്ന് പറഞ്ഞാൽ സബത്ത് എന്ന് പറഞ്ഞാൽ ലേഖിന് അലസത, ആലസ്യത. അതാണ് ഒരാൾക്കാൻ നൗമക്കും സുബാത്താന്ന് പറഞ്ഞല്ലോ. അതാണ് സബത്ത്. നിങ്ങളുടെ ഉറക്കിനെ ഞാൻ സുബാത്തയാക്കി സെബത്താക്കി എന്ന് പറഞ്ഞാൽ ഒരു വിശ്രമവും ഒരു ആലസ്യത്തിൽ വിശ്രമിച്ചിരിക്കാനും ഒരു മടിയായി കുറച്ച് സമയം അധ്വാനത്തിൽ നിന്ന് വിശ്രമിച്ചിരിക്കാനുള്ള സമയവുമാക്കി നിങ്ങളുടെ ഉറക്കിനെ എന്ന് ഖുർആൻ പറയുന്നത് അതാണ്. ഒരാളെല്ലാം നൗമക്കും സുബാത്ത. ഈ സെബത്തിൽ അവർ അതിര് കവിഞ്ഞു. ആലസ്യത്തിൽ ഒരു ജനത അതിരി കവിഞ്ഞപ്പോൾ ആ ജനതയോട് പറഞ്ഞ ഞങ്ങൾ കുരങ്ങോളി, നിങ്ങൾ ഒരു അധ്വാനത്തിനോ ഒരു പരിശ്രമത്തിനോ ഒരു മാനവരാശിയുടെ ഗുണത്തിനോ ഒരു പ്രവർത്തനത്തിനോ ഒന്നും പോകാതെ നിങ്ങൾ സെബത്തിൽ ആലസ്യത്തിൽ അതിരി കവിഞ്ഞ അതിന്റെ പരിധി ലംഘിച്ച ആളുകളായി മാറിയപ്പോൾ അവരോട് പറഞ്ഞതാ, ഇനി അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്തോളെന്ന് പറഞ്ഞു. അതവർക്ക് അതിന്റെ ശിക്ഷയാക്കി. ഒരു ജനതക്ക് ശിക്ഷയില്ലാതെ പിന്നെ എന്താ? ഒരു ജനത ആലസ്യത്തിൽ മുഴുകിയാൽ, മടിയിലും ആലസ്യത്തിലും ഒരു ജനത മുഴുകിക്കഴിഞ്ഞാൽ ആ ജനതയ്ക്ക് ശിക്ഷയല്ലാതെ പിന്നെ എന്ത് കിട്ടും എന്നാണ് പറയുന്നത്? അതാണ് ശിക്ഷ കിട്ടി. ആ ജനത ശിക്ഷയിലാണ്ടു. മൗലികത്തല്ലിൽ മുത്തക്കുകയും തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കൊരു പാഠവുമാക്കി. അത് ലോകത്തിന് പാഠമാകണം. എന്താ ഖുർആൻ? ഇതാ ഖുർആൻ പറഞ്ഞത് ആലസ്യത്തിൽ. അപ്പൊ കുരങ്ങാതെ തന്നെ കുരങ്ങിന്റെ പരിണാമം കിട്ടിയിട്ടില്ല എന്നെന്റെ അഭിപ്രായം. അതാ എനിക്ക് പറയാനുള്ളത്. പരിണമിച്ചിട്ടില്ല. ഇനിയും ലോകം ഒരുപാട് പരിണമിക്കാനുണ്ട്. അവിടേക്ക് വരിങ്ങള് പരിണാമം. ആളുകൾ കുരങ്ങുന്നൊരു അർത്ഥം കൂടി ഉണ്ട് എന്നുള്ള പുതിയ വിൽമാണ് എനിക്ക്. ഏതായാലും ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് വിഷയം എന്താ പറയാ, ഗുണകരമായി വിഷയത്തിന് ഖുർആനിനെ മാറ്റത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. എങ്കിലേ ഖുർആനെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. ഖുർആന്റെ ഓരോ വചനങ്ങളും ഏതെങ്കിലും ഒരു വചനം തുടങ്ങിയാൽ പിന്നെ അതിനുള്ളിലാണ് പോകാം. ഖുർആന്റെ ഓരോ വചനവും ഇങ്ങനെ നിങ്ങൾ എടുത്തു നോക്കി, അത് ലോകത്തിന്റെ ഗുണത്തിനാണ്.
ലോകത്തിന്റെ പ്രായോഗികതക്കാണ്. അതൊരു കെട്ടുകഥ. അന്ന് എല്ലാവരും കുരങ്ങായിരുന്നു. എല്ലാവരും ശനിയാഴ്ച മീൻ പിടിച്ചാൻ പോയപ്പോ എല്ലാവരും കുരങ്ങായി. അന്ന് നമ്മൾ പറഞ്ഞില്ലേ, നിന്യന്മാരായ കുരങ്ങാവി എന്ന് പറഞ്ഞപ്പോ എന്നാ മാന്യന്മാരായ കുരങ്ങ് ഏതാന്ന് ചോദിച്ചില്ലേ? ബഹുമാന്യരായ കുരങ്ങുകളുണ്ടോ? സ്വഭാവമാണത്. കൂനോ കീർത്തത്തിന് ഹാസി എന്ന് പറഞ്ഞാൽ കൂനോ കീർത്തത്തിന് കാരിമീനുണ്ടോ? കാരിമീങ്ങളായ മുക്രമീങ്ങളായ കുരങ്ങുണ്ടോ? ആദരിക്കപ്പെടേണ്ട റെസ്പെക്ടബിൾ കുരങ്ങുകൾ. ഇത് ഹാസ്യങ്ങൾ, നിന്ദിക്കപ്പെടേണ്ട കുരങ്ങുകൾ. രണ്ടു തരം കുരങ്ങുകളുണ്ടെന്ന കുരങ്ങന്മാരിൽ. ഒന്ന് മുക്രമീങ്ങളായ കുരങ്ങുകളും ഒന്ന് ഹാസ്യങ്ങളായ കുരങ്ങുകളും. അങ്ങനെയുണ്ടോ? മനുഷ്യന്റെ സ്വഭാവമാണത്. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിക്കേണ്ടതുണ്ട്. അതാ ഖുർആന് പറയാനുള്ളത്. അത് ഫിസിക്കലി അല്ല, അവന്റെ സ്വഭാവത്തിലാണ് കുരങ്ങിൽ നിന്ന് പരിണാമം കിട്ടേണ്ടത്. അവൻ ഒന്നിനെയും അനുകരിക്കരുത്. താൻ ചെയ്യുന്ന ഏത് കർമ്മവും എന്തിന് ചെയ്യുന്നു, എന്തിനാ ഞാനിത് ചെയ്യണത്, എന്തിനാപ്പ ചെയ്യുന്നത്, എന്തിനാപ്പ ഞാൻ കുമ്പിട്ടത് അറിയില്ല, കുമ്പിടേനെ. എന്തിനാ ഞാൻ കൂട്ടായി കുമ്പിട്ടതപ്പോ എന്തിനാ അറിയില്ല. കുമ്പിടാൻ ആരോ പറഞ്ഞ അറബികൾ കുമ്പിട്ടിരുന്നു. എന്തിനാപ്പ ഞാനിത് ആകെ മൂടിക്കൊടുത്ത് തുണിയിട്ട് നടക്കണത്, രണ്ട് കണ്ണും കാഴ്ചയില്ല, അറിയില്ല. അറബികൾ അങ്ങനെ അറിയില്ല. എന്തിനാ ഈ ഇന്റെ തലി കെട്ടി നടക്കുന്നത്, അത് അറിയില്ല. അറബികൾ അവിടുത്തെ കെട്ടുന്നുണ്ട്. ഇങ്ങനെ എന്തിനാന്നറിയില്ല. ഒരു പ്രവർത്തനവും എന്തിനാന്നറിയില്ല. ആളുകൾ അങ്ങനെ കാട്ടണം, എന്നാ ഞാനും കാട്ടണം. ഇതാണ് കുരങ്ങ്. ഈ കുരങ്ങിന്റെ സമീപനത്തിൽ നിന്നും മാറിയാൽ തന്നെ ലോകം മാറും. ഈ ഒരൊറ്റ ആയത്ത് മതി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കാൻ. മനുഷ്യരെ നിങ്ങൾ കുരങ്ങാകരുത്. ഈ ഒരൊറ്റ ആയത്ത് മതി. മനുഷ്യരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഓരോരുത്തരും മുഖം നോക്കും. ഒരു കണ്ണുവരെ വ്യത്യാസമുണ്ടല്ലോ, അതറിയാലോ. ഓരോ മനുഷ്യന്റെ കണ്ണുവരെ വ്യത്യാസമുണ്ട്. ലോകത്തെ ഒരു മനുഷ്യനും ആ കണ്ണിന്റെ പ്രത്യേകത വേറൊരാൾക്കുണ്ടല്ല. ഇങ്ങനെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളും വ്യത്യസ്തമായ കർമ്മങ്ങളായിരിക്കണം. അതേ ലോകത്ത് പുരോഗതിയിലേക്ക് നയിക്കൂ. നിങ്ങൾ കുരങ്ങാകരുത്. ഒരു കണ്ടുപിടുത്തത്തിൽ വരെ കുരങ്ങാകരുതെന്നാ. ഒരാൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാൽ ഞാൻ വിമാനം കണ്ടുപിടിക്കണം. ഞാൻ വിമാനം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ജെറ്റാ കണ്ടുപിടിക്കുന്നത്, ഞാൻ ട്രെയിനാ കണ്ടുപിടിക്കുന്നത്. എല്ലാവരും കണ്ടുപിടിക്കാനും ഇരിക്കരുത്. അതാണ് ഒന്നൊന്നിനോട് അനുകരിക്കുകയല്ല. അതാണ് ഒരു കുരങ്ങാകരുതെന്നില്ല ഒരൊറ്റ ആയത്ത് മതി ലോകത്ത്. അൽബക്രയിൽ നോക്കിയാൽ മതി. ഒരു 60, 63, 60, 70 ഒക്കെ ഇടയിൽ. അപ്പൊ നോക്കിയാൽ സൂറത്ത് അൽബഖറ 60, 70 ഇടയിൽ. അപ്പൊ നോക്കൂ, ഇങ്ങനെ നിരവധി വചനങ്ങൾ. ഖുർആനിലെ ഓരോ വാക്കുകളും ശരിക്കും അത് പഠിച്ചിട്ട് അനലൈസ് ചെയ്താൽ, അതിങ്ങോട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു അപവാദ് വാതിലുകൾ മാറ്റിയിട്ട് ഇവന്റെ വഴികളിലാക്കി മാറ്റിയാൽ അത് ലോകത്തുണ്ടാകണത്. ആ പിന്നാമ്പുറത്തെ വാതിലിൽ നിന്നത് അടുക്കള വാതിലും മാറ്റിയിട്ട് സ്ഥാപനങ്ങളിലെയും മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെയും രാജ്യത്തിന്റെയും ഒക്കെ പിൻവാതിലിലൂടെ കയറിക്കൂടരുത്. അപ്പോ ഏതൊരു ആശയാണെങ്കിലും അത് നന്നായി കൊണ്ടുപോകാൻ നോക്കുക. ഒരു സമൂഹത്തെയാണെങ്കിലും അതിനെ നന്നായി കൊണ്ടുപോകാൻ നോക്കുക. അതാണല്ലോ ഒരു പ്രസംഗത്തിലൊന്നും ഞാൻ അധികം ആളുകളുടെ പേര് പറയുന്നത്. ആളുകൾ നമ്മുടെ ലക്ഷ്യമേ അല്ല. അവരിന്നും വന്നും നാളെ മരിച്ചു പോകും. ഞാനെന്നുള്ളതൊക്കെ ഒരു ആശയത്തിനെ നിലനിൽക്കാൻ പറ്റൂ. അതാണല്ലോ വ്യക്തി എന്ന് പറയുന്നത് ഒന്നുമല്ല ഈ ഖുർആന്റെ മുമ്പില്. അത് ഞാൻ തന്നെ പറയില്ല. നിങ്ങൾ ദയവ് എടുത്ത് ഇന്ന ആള് പറഞ്ഞു എന്ന് പറയരുത്. ഖുർആൻ പറഞ്ഞു എന്ന് പറയണമെന്ന ഞാൻ തന്നെ നിങ്ങളോട് പറയരുത്. ദയവ് ചെയ്ത് വ്യക്തിയാധിഷ്ഠിതമാകരുത് ആശയം. ഒരു പ്രസ്ഥാനം ആശയാധിഷ്ഠിതമാകണം. ഒരു പ്രസ്ഥാനം ആശയാധിഷ്ഠിതമായ നബിയുടെ പ്രത്യേകത കിട്ടുന്നത് എന്തുകൊണ്ടാ? ഈ ഖുർആൻ പറയുന്നതുകൊണ്ടാണ്. അല്ലാതെ നബി എന്ന് പറയുന്ന പ്രവാചകന് തന്നെ 40 വയസ്സ് വരെ അയാൾക്ക് എന്ത് പ്രത്യേകത കിട്ടാറുണ്ട് സമൂഹത്തില്? ഒരു വ്യക്തിക്ക് തന്നെ പ്രത്യേകത കിട്ടുന്നത് അയാൾ ദൈവികമായ ആശയം പറയുന്നതാണ്. അപ്പൊ പ്രത്യേകത ആശയത്തിനാണ്. അതാ നമ്മൾ അടിസ്ഥാനപരമായി പറയുന്നത്.
റസൂലിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റസൂൽ ഉന്നതനായതും റസൂലിന്റെ കൂടെയുള്ള ആളുകൾ നക്ഷത്രങ്ങളായിക്കോട്ടെ, ഓക്കെ സമ്മതിച്ചു, നക്ഷത്രങ്ങളായിക്കോട്ടെ, അസ്ഹാബി കന്നജും, എന്റെ സഹാബിമാർ സ്റ്റാറുകളാണ്, ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഇവർ സ്റ്റാറുകളായും നബിയായതും ഈ ഖുർആൻ കൊണ്ടല്ലേ? അതെ, ആ ഖുർആൻ കൊണ്ടല്ലേ ഇനി നമ്മളും സ്റ്റാറുകളാകേണ്ടത്. അതാണ് വ്യക്തിയാധിഷ്ഠിതമല്ല, ആശയാധിഷ്ഠിതമാകണം ഏത് പ്രസ്ഥാനവും. അല്ലാത്ത പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. ആ വ്യക്തി ആക്ഷേപിക്കപ്പെടുന്നതോടുകൂടി, ആ വ്യക്തി വിമർശിക്കപ്പെടുന്നതോടുകൂടി ആ പ്രസ്ഥാനവും വിമർശിക്കപ്പെടും. അതാണ് ഈ ഹദീസിന്റെ ഒരു പോരായ്മ. അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരു ഹദീസിന്റെ പോരായ്മ അതാണ്. ഹദീസിന്റെ തകരാറ് എന്താണ്? അത് പ്രവാചകനിൽ കേന്ദ്രീകരിച്ചു, ആശയാധിഷ്ഠിതമല്ലാതെ അത് വ്യക്തിയാധിഷ്ഠിതമാക്കി, പ്രവാചകനിൽ അധിഷ്ഠിതമാക്കി ആ ആശയത്തെ പ്രവാചകൻ വിമർശിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ഹദീസുകൾ ഉണ്ടാക്കി വെച്ചു. അതോടുകൂടി ഇസ്ലാം പൊളിഞ്ഞോളും എന്നുള്ളത് മനസ്സിലാക്കി. അതാണ് അതിന്റെ പിന്നിലെ കളി. അത് വ്യക്തിയാധിഷ്ഠിതമാക്കി ഇസ്ലാമിനെ, പ്രവാചകനെ അധിഷ്ഠിതമാക്കി, ആശയമാക്കി, ഖുർആനിനെ മാറ്റി, ഇസ്ലാമിനെ മാറ്റി. ആ പ്രവാചകൻ വിമർശിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഹദീസുകൾ ഉണ്ടാക്കി. ഒന്നും വേണ്ട, നബിയുടെ പെണ്ണുകൾ മാത്രം മതി ലോകത്തിന് പറഞ്ഞു കളിക്കാൻ. വേറെ ഒന്നും വേണ്ട. നബിയുടെ പെണ്ണുകളുടെ ചരിത്രം മാത്രം എടുത്താൽ ഇത് പൊളിഞ്ഞോളും. വേറെ ബാക്കിയൊന്നും വേണ്ട. അതാണ് വ്യക്തിയാധിഷ്ഠിതമാക്കിയല്ല വേണ്ടത്. അപ്പോ ഞാൻ പോകുന്നത് ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമൊന്നുമല്ല. അവിടുന്ന് പോകുന്നത് ഖുർആൻ ഒരു ശാസ്ത്രീയമായ ഗ്രന്ഥമല്ല. ഇത് പച്ചയായ മനുഷ്യന്റെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഖുർആനിന്റെ ചർച്ചാ വിഷയം. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഇല്ലേ, ദയവ് ചെയ്ത് അടച്ചു വെക്കും. ജനങ്ങൾ നേരാമ്പട്ടത്തിൽ പോയിക്കോട്ടെ. ജനങ്ങൾക്ക് സുഖമായിട്ട് കുറെ രാജ്യങ്ങൾ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. അവിടെ പോയിട്ടുണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. നിങ്ങളെ ചെറുപ്പം പറഞ്ഞു, നിങ്ങളെ ഹൈഹാദ് സുന്നത്തും അബുഹാദ് സുന്നത്തും, താടി വെക്കലും താടി വെക്കാതിരിക്കലും, താടി വെക്കാത്തവന്റെ വെടിവെക്കലും, പോലെ തലവെട്ടലും, ദയവ് പ്ലീസ്. നേരെ മറിച്ച് ഇതുകൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇന്നും മറിച്ചും പറയും. ഇന്നായത്തോട് പറയും എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ട്. വാതിൽ കൂടി കിടക്കാന്ന് പറഞ്ഞാൽ പിൻവാതിലൂടെ കിടക്കരുത് എന്നതിലുണ്ട്. ഇത് ലോകത്തിന് ഗുണകരമാണ് എന്നാ പറയാത്. അങ്ങനെ പറയുന്നതില് അതല്ല, നിങ്ങൾ അറബിയിൽ നാട്ടിൽ പോയി, അറേബ്യ നാട്ടിലെ കുറച്ച് ആൾക്കാർ മേൽക്കൂടിയാ കടന്നിരുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ മുന്നിലെ വാതിൽ കൂടി പ്രവേശിച്ചാൽ മതി എന്നാണ് കൂട്ടി വെക്കിയത്. ഇപ്പൊ ഞങ്ങൾക്ക് 1000 വാതിലുണ്ട് ഞങ്ങളെ വീട്ടിൽ കൂടി. ഞങ്ങൾ ഏരിയനെ വേണമെങ്കിലും കടന്നോട്ടെ, ദയവ് ചെയ്തിട്ട് പ്ലീസ് കൂട്ടി വെക്കുവോ ഖുർആനെ. ഇതാണ് ആദ്യം പറയുന്നത്. യൂറോപ്പിൽ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ 100, 200, 50, 10 ഒക്കെ വാതിലിന്റെ വീടുകളുണ്ട്. ഞങ്ങൾക്ക് സൗകര്യം ചിലപ്പോൾ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നിൽ കൂടി കയറേണ്ടി വരും. അതുകൊണ്ട് അതിന് തടസ്സങ്ങൾ ഈ ഖുർആനായത്ത്. അതുകൊണ്ട് ദയവ് ഇത് കൂട്ടി വെക്കൂ. മൂസാനയുടെ കാലത്ത് ആരെങ്കിലും കുരങ്ങയക്കണമെങ്കിൽ ആയിക്കോട്ടെ. അന്ന് ആളുകൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോയിരുന്നത്. അത് ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് ഒഴിവുണ്ടാവുമ്പോഴാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക. ഞങ്ങൾക്ക് എപ്പോഴാ പണിയെന്ന് ഒഴിവെന്ന് വെച്ചാൽ അത് ശരിയാനായാലും തിങ്കളാവുന്നില്ല. അപ്പൊ ഞങ്ങളൊരു വിശ്രമത്തിന് വേണ്ടി ഹണ്ടിങ് മീൻ വേട്ടക്ക് പോകും. അതുകൊണ്ട് ദയവ് ഇത് കൂട്ടിവെക്കി. നേരെ മറിച്ച് ഒന്നിനെ അനുകരിച്ച് ലോകത്തിന് നാശമുണ്ടാക്കുന്ന അനുകരണ സ്വഭാവം നിങ്ങൾ പിന്തുടരരുത്. ആ രൂപത്തിൽ നിങ്ങൾ കുരങ്ങുകളായി മാറരുത്. മനുഷ്യരാശിക്ക് ഓരോരുത്തരും സ്വതന്ത്രമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്നാണ് പറയണമെങ്കിൽ മറിക്ക് വായിക്കും. എന്നാ വായിക്കത്. ഇതാ ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വായിക്കുക ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്തോട് പറയും. അതാണ് ലോകത്തിന് ഗുണകരമാണെങ്കിൽ ഇത് പറയും. അല്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് അറബികളെ കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറയാനാണെങ്കിൽ, അബൂതാലിബിന്റെ അബൂജാഹിലിന്റെ കഥ പറയാനാണെങ്കിൽ, അബൂലഹബിന്റെ ഭാര്യ വിറകേറ്റി നടന്ന കഥ പറയാനാണെങ്കിൽ, ദയവ് ഇപ്പൊ ഇല്ല. ഞങ്ങൾക്ക് വിറകൊന്നും ഇപ്പൊ ഗ്യാസിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പൊ ഗ്യാസാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് വിറകിന്റെ കഥ പറയുന്ന ആയത്തും മാറ്റിവെക്കി. നേരെ മറിച്ച് ലോകത്ത്
സമൂഹത്തിൽ സ്പൃച്ഛയും സ്പർദ്ധയും കലാപങ്ങളും രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഹേതുവാകുന്ന സർവ്വവിധ ആളുകളുടെ പ്രവർത്തനങ്ങളും നശിക്കട്ടെ, അവർ നശിക്കുക തന്നെ ചെയ്യും എന്ന രീതിയിലാണെങ്കിൽ ഓക്കെ വായിക്കും, അത് നല്ലതാണ്, ഇന്ന് വായിക്കും, അതാണ് അപ്പോൾ ഓക്കെ. രാജ്യത്തിൽ ജ്വാലയും കലാപവും ഉണ്ടാക്കുന്ന ആളുകൾ അവരുടെ സർവ്വവിധ ശക്തിയും അധികാരങ്ങളും നശിച്ചേ മതിയാവും. അവർ ലോകത്ത് നിന്ന് നശിച്ചു പോകേണ്ടതുണ്ട്. അത് ലോകത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന്, മുന്നോട്ടുള്ള പോക്കിന് അത്തരം പ്രവർത്തനങ്ങൾ തടസ്സമാണ്. അതുകൊണ്ട് അത്തരം സമൂഹങ്ങളും വ്യക്തികളും രാജ്യത്തു നിന്നും ലോകത്തു നിന്നും നശിക്കേണ്ടതുണ്ട് എന്നാണ്. അന്നാ അബു വായിക്കും, സൂറത്തിലെ അബു വായിക്കും. ഇങ്ങനെ ഖുർആൻ ലോകത്തിന് വല്ലതുണ്ടോ എന്നാ വായിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ദയവ് ചെയ്തിട്ടത് കൂട്ടി വെച്ചിട്ട് വേറെ നമുക്ക് കഥ പറയണം. ഇതിനേക്കാൾ നല്ല മലർവാടി കഥകളുണ്ട്. അതിന് യുക്തിയുണ്ട്, പ്രായോഗികതയുണ്ട്, ഒരു പാഠമുണ്ട്. മലർവാടി കഥകളില് കുട്ടികളെ മലർവാടി ബുക്കില്ലേ, പ്രായോഗികമായ ബുദ്ധിപരമായ സിനിമ ഉണ്ട്. അതിനേക്കാളും നല്ല സിനിമ, ഈ പറയുന്ന കഥനേക്കാളും നല്ല സിനിമ ഉണ്ട്. ചില സിനിമയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താണോ പ്രോത്സാഹിപ്പിക്കത്? ഒക്കതമ്മില്ല സാനി എന്റെ നാവിന്റെ അപ്പൊ പഞ്ഞപ്പടയാണെന്ന് പറയാം. പഞ്ഞപ്പടയെന്ന് മൂപ്പരക്കുന്നു, നാവിന് പഞ്ഞപ്പട ഉണ്ടാകും. എന്റെ ഈ സംസാരം എന്റെ ജനങ്ങളുടെ ഭാഷയാക്കി മാറ്റണം എന്നാണത്. ജനങ്ങളുടെ ഭാഷയാക്കി മാറ്റണം, അവർക്ക് മനസ്സിലാകണത്. അങ്ങനെയാക്കി മാറ്റിയതെന്നാണ്. ഇത് കോർപ്പറേറ്റുകൾക്കോ സമൂഹത്തില് കോർപ്പറേറ്റുകൾക്കും ഏകാധിപതികൾക്കും അനുസരിച്ചാക്കരുത് എന്റെ ഭാഷ. എന്റെ ഭാഷ അങ്ങനെയാക്കരുത്. അതിന്റെ എല്ലാവിധ സങ്കീർണതകളും മാറ്റി ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലാക്കി മാറ്റി. അതാണെങ്കിൽ പറയും ഓക്കെ, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇവരെന്താക്കിയത് പഞ്ഞപ്പട. ഞങ്ങൾക്കിപ്പോ പഞ്ഞപ്പടയില്ല, അതുകൊണ്ട് ആയത്ത് മാറ്റി. ആയത്ത് യൂറോപ്പിൽ പറയും ഞങ്ങൾക്കിപ്പോ പഞ്ഞപ്പടയൊന്നുമില്ല, അതുകൊണ്ട് അതിന് നേരെ തോട്ടിലിന്റെ ആയത്തിന്റെ വസ്തുതിൽ ഈ അതിരിന്ന് എന്റെ തോളിന് ശക്തി തരണേന്ന്. അപ്പൊ മൂസാനക്ക് തോള് ഏതൊരു സിനിമ നടനില്ല, തോളെന്താ ചെയ്തിട്ട് എന്താ അതിന്റെ തൊട്ട സൂറത്ത് താഹയിൽ ആ ആയത്തിന്റെ തൊട്ടായത്തിന് വസ്തുതിൽ ഈ അതിരിന്ന് എന്റെ തോളിന് ശക്തി തരണേ. തോളെന്താ എന്താണ് ഞങ്ങളുടെ തോളൊക്കെ നല്ല ബലാണ്. ആ ആയത്തത് മാറ്റിയത് നേരെ മറിച്ച് ഞങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഞങ്ങൾക്കൊരു താങ്ങായി ശക്തിയായി ആളുകളെയും ഞങ്ങൾക്ക് സപ്പോർട്ട് തരണേ എന്നാണെങ്കിൽ അമ്മ വായിക്കും. കെട്ടയച്ചു വരെ അതിൽ പരിപാടി ചോട്ടിൽ നമ്പർ എത്തിക്കണം. 23 മുത്താറിശ്ശേരിയിലാണ് 23. അവിടെ ചെറിയ കുഞ്ഞെ 23 ഇട്ടിട്ട് അതിന്റെ ചോട്ടിലിരിക്കണം വിശദീകരണം. അദ്ദേഹത്തിന് കൊഞ്ഞപ്പുഴ ഉണ്ടായിരുന്നു, അത് മാറ്റിത്തരാനാണ് ഞാൻ പറഞ്ഞു. അതിന്റെ ചോട്ടിലിട്ട് വസ്തുവിലി അതിരി എന്റെ തോളിന് ശക്തി തരണം, തോള് മൂപ്പർക്കാകെ ചെരിഞ്ഞിട്ടായിരുന്നു, അതൊന്ന് നേരാക്കി തരണേന്ന്. അതിന്റെ 24 അതും കൂടി എഴുതിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞത്. അത് എഴുതിയിട്ടില്ല, വാക്യത്തിന് അത് എഴുതാത്തത്. ഞാൻ പറഞ്ഞു അതും കൂടി എഴുതിക്കോളിങ്ങള്. നബിയുടെ ശബ്ദത്തിന്റെ മുകളിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. ഒരാളിനോട് ശബ്ദവിടെ പിന്നെ ശബ്ദ മത്സരമാണ്. സഹാബികളും വേണ്ടി ശബ്ദ മത്സരം, വോളിയം കോമ്പറ്റീഷൻ. ആർക്കാണ് ഏറ്റവും കൂടുതൽ വോളിയം? ഒരു നബിയുടെ വോളിയത്തിനേക്കാൾ നിങ്ങളെ വോളിയം കൂട്ടരുത്. ഒരു രാജ്യത്തിന്റെ ശബ്ദമാണ് അതെന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിന്റെ ശബ്ദമാണ് അതെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ശബ്ദമാണെന്ന് പറഞ്ഞാൽ അത് നബിയുടെക്കാൾ ലാത്തർഫവും അസ്വാദക്കും പോക്ക സൗത്ത് നബിയും. സൂറത്ത് ഇസ്രായേലിന്റെ ഒത്തഫിന് മനിസ്തതായ സൗത്തിക്കാണ് പിശാചിനോട് കഴിയുന്നത്ര നിന്റെ ഒറ്റക്കെട്ട് ആളുകളെ പ്രകോപിപ്പിച്ചതാണ്. ഒത്തഫിസ് നീ പ്രകോപിപ്പിക്കുക. മനിസ്തതായ കഴിയുന്നത്ര സൗത്തിക്ക. അപ്പൊ ചെയ്താൽ മനക്ക് അലോക്കിന്റെ ഒറ്റക്കെട്ട് ഇവിടെ ആൾക്കാരെ ഇളക്കിവിടെ പ്രകോപിപ്പിക്കുക. എന്താണ് ഈ പറയുന്നത്? പൈശാചികമായ ആശയം നീ പരമാവധി രാജ്യത്ത് നടപ്പാക്കിയ ആളുകളെ നിന്റെ സൈദ്ധാനികത്ത് നടപ്പാക്കിക്കോന്നാണ്. അതാണ് അവന്റെ ഒച്ച. എന്താ
എന്നിട്ട് അവസാനം പറയുന്ന ഒമാ എഴുതും ഇല്ല ചെയ്താൽ ഇല്ല ഓറൂറ. പിശാച് എത്ര ഒറ്റത്താലും അവൻ ടെംപ്റ്റേഷൻ അല്ലാതെ വെറും വ്യാമോഹങ്ങളല്ലാതെ ലോകത്തിനൊന്നും കൊടുക്കുന്നില്ല. ഈ പുരോഹിതന്മാരെ അത് കിട്ടും, ഇത് കിട്ടും, ഊർലീങ്ങൾ കിട്ടും, മറ്റത് കിട്ടും, ഇത് കിട്ടും. അതുകൊണ്ട് മക്കളെ ഇങ്ങനെ വിനോദം ഈ ഉറവുറഞ്ഞ വ്യാമോഹങ്ങൾ ഒന്നും കിട്ടുന്നില്ല. ഓർക്ക് കിട്ടുന്നുണ്ട്, ഈ പാവങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല വ്യാമോഹങ്ങളല്ലാതെ. നിങ്ങൾക്ക് മക്കളെ അത് കിട്ടും, ഇത് കിട്ടും, ഊർലീങ്ങൾ അവിടെ നല്ല റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിഭാഷ വായിക്കാൻ എന്താ ശരിയാ തോന്നുക? വാതിലിന്റെ പിന്നിൽ കൂടി കിടക്കണ്ട, പിന്നാമ്പുറത്ത് കൂടെ വാതിലിൽ വരണ്ട. അതുകൊണ്ട് പെണ്ണുങ്ങൾ വെറുതെ മൂടി മറ്റു കല്യാണത്തിനൊക്കെ പോയാല് പിന്നാമ്പുറത്ത് കൂടി ഒക്കെ പോകാനാണ്. എന്തിനാ വെറുതെ പിന്നാമ്പുറത്ത് കൂടി കയറി ശിക്ഷ വാങ്ങുന്നത്? മക്കളെ മുന്നിൽ കൂടി തന്നെ പോയിക്കോളിഞ്ഞി. നിങ്ങൾ പെണ്ണുങ്ങളോട് പറയുന്നത് നിങ്ങൾ മുന്നിൽ കൂടി പോയാൽ മതി, വെറുതെ ശിക്ഷ വാങ്ങാൻ നിൽക്കണ്ട. മറ്റു വീട്ടിലൊക്കെ പിന്നാമ്പുറത്ത് കൂടി പാവങ്ങള്. നമ്മളൊക്കെ തൊടുവിൽ ഇറങ്ങിയ പിന്നിക്കുടിയല്ലേ കേരളം. മുന്നിക്കുടിയിൽ പോയിട്ട് ചളിയാവണ്ട വിചാരിച്ചിട്ട് പിന്നാമ്പത്ത് കൂടിയാണ്. തൊടുവിലൊക്കെ ഇറങ്ങിയാണ് കളക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നാമ്പത്ത് കൂടിയാ വീട്ടിൽ കയറി. ഇങ്ങനെ ഇതിനാകെ നാലായ പേരാക്കിയിട്ടുള്ളത് ഈ സാധനത്തിൽ. ഇത് പോട്ട് പറഞ്ഞു കാലിന്റെ ഓടെന്ന് പറഞ്ഞാൽ കാലിന്റെ ഓടന്നെ. ഇവർക്ക് പറയുന്ന ഖുർആൻ സാഹിത്യം പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറഞ്ഞു വലവും അന്നഹും അഖാമും തൗറാത്ത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിൻ റബ്ബിഹിം ലഅകലൂ മിൻ തഹ്തിഹിം വമിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. ദൈവികമായ നിയമങ്ങളും അവർക്കുള്ള സുവിശേഷങ്ങളും ദൈവത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട മറ്റു നിയമങ്ങളും ഒരു രാജ്യത്ത് നടപ്പിലാക്കിയാൽ അവരെ മോളിൽ നിന്നും തിന്നാ കാലിന്റെ ചോട്ടിൽ നിന്നും തിന്നാ. കാലിന്റെ ചോട്ടിൽ നിന്ന് എന്താ തിന്നു? എന്താ തകയുടെ മോളിൽ എന്താ തിന്ന? എന്താ തിന്ന? ഇങ്ങനെ ഒരു ആയത്തുണ്ട് ഖുർആനിൽ. വലൗ അന്നഹും അഖാമു തൗറാത്ത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിൻ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. കാലിന്റെ ചോട്ടിൽ നിന്നും തിന്ന. എന്താ തിന്നണത്? അവിടെ അർജുനൻ പൂർക്കേനം വാങ്ങാനാണെങ്കിൽ ആദിവാസികൾ ഇതൊന്നും നടപ്പാക്കാതെ തന്നെ പോലെ കാലിലോട്ട് തിന്നുന്നുണ്ട്. ആദിവാസികളത് നടപ്പാക്കിയിട്ടൊന്നല്ല. ഇപ്പോഴും സുഖമായി കിഴങ്ങ് പോലും വാങ്ങി തിന്നതൊന്നും നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ കാലിലോട്ട് തിന്നൽ അതാണ്. മാപ്പിളാർക്കെന്നെ ഈ പൂളക്കയിൽ വാങ്ങി തിന്നാണ് ഈ ആരാ പഠിപ്പിച്ച ചേട്ടന്മാര് വന്നിട്ടാണ് ക്രിസ്ത്യൻസ് അല്ലേ? അവര് നാട്ടിൽ വന്നിട്ടാണ് ഈ പൂളക്കിഴങ്ങ് വാങ്ങി തിന്നത്. ഈ ഖുർആൻ നടപ്പാക്കി ആരും പൂളക്കിഴങ്ങ് വാങ്ങി തിന്നിട്ടില്ല. ഇത് നടപ്പാക്കാത്ത ഓല് വന്നിട്ടാണ് ഇത് ആരെങ്കിലും പഠിപ്പിച്ചത്. അതല്ല, ഒരു രാജ്യത്ത് ഈ നിയമങ്ങളും ഈ സുവിശേഷങ്ങളും ദൈവത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഈ നിയമവും ഒരു രാജ്യത്ത് നടപ്പിലാക്കിയാൽ അവിടുത്തെ ഉന്നതന്മാർ തൊട്ട് അവിടുത്തെ താഴെത്തട്ടിലുള്ള എല്ലാ ആളുകൾക്കും അതിന്റെ ഐശ്വര്യം അനുഭവിക്കാൻ കഴിയുമെന്നാ പറഞ്ഞത്. ആർക്കും അതിന്റെ ഐശ്വര്യം അതിന്റെ അനുഭവിക്കാതെ കിട്ടാത്തത്? അവിടെ ചൂഷണങ്ങളില്ല, പിടിച്ചുപറിയില്ല, അന്യന്റെ അവകാശങ്ങൾ ഹരിക്കലില്ല, അന്യന്റെ അധ്വാനത്തിന്റെ വിയർപ്പ് രക്തം ഊറ്റിക്കുടിക്കൽ അവിടെ നടക്കൂല. തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കുന്ന ലോകത്തിന് ഗുണകരമായ ഒരു ആശയം അവിടെ നടപ്പിൽ വരും. ഇത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ അവരിലെ ഉന്നതന്മാർ തൊട്ട് അവരെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വരെ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? എന്താ ഇനി അള്ള തിരിക്കും? മക്കളെ, ഇനി എന്താ തിരിക്കും അള്ള പറയാനുള്ളത്? വളരെ വിനീതമായിട്ട് ഇറങ്ങി വന്നിട്ട് അള്ള പറയണത് എന്താ നീ അള്ള പറയണത്? പിശാചിനോട് നേരത്തെ ഞാൻ പറഞ്ഞ ഇസ്രായേൽ ആയത്തില് മനുഷ്യത്തെ ഹൈലിക്കാവ് സൗത്തിക്കാവ് ഹൈലിക്കാവ് രിജിലിക്ക. എന്താ കാലുകൊണ്ട്? ശൈത്താൻ ഏത് കാലുകൊണ്ട് ആളുകളെ പ്രകോപിപ്പിക്കുന്നത്? ശൈത്താൻ ഏത് കുതിര സൈന്യം? ഹൈല് എന്ന് പറഞ്ഞാൽ തന്നെ കുതിര സൈന്യം എവിടുന്നാ കിട്ടി? ഇവർക്ക് ഹൈല് എന്ന് പറഞ്ഞാൽ കുതിരപ്പടാണ്. എവിടുന്നാ ഹൈലിന് കുതിരപ്പടാന്ന് കിട്ടിയത്? ഖാല യഹൂലു ഹൈല് ഹയാല്. ഹയാല് എന്ന് പറഞ്ഞാൽ ഭാവനയാണ്, സ്വന്തം അനുമാനങ്ങളാണ്. അതാണ് ഹൈല്. തോന്നുകയാണ്. ഹാല എന്ന് പറഞ്ഞാൽ തോന്നിയെന്നാണ്. ഖാല യഹൂലു ഹൈല് തോന്നലിനാണ്. തോന്നലാണ് തന്റെ അനുമാനങ്ങൾ, പൈശാചികമായ സങ്കല്പങ്ങളാണത്. കുതിരപ്പടയത്ത് ഖാല യഹൂലു ഹൈല്
എഴുതി വെച്ചോളില്ല. ഒന്നാമത് പോയിട്ട് ആദ്യത്തെ അർത്ഥം അതാണ്. ഹാലയപ്പോഴും ഹൈലുന്ന അനുമാനങ്ങൾ, സങ്കല്പങ്ങൾ, തോന്നലുകൾ കൊണ്ട് ഒരു സമൂഹത്തെ നയിക്കരുത്. ജ്ഞാനമായിരിക്കണം, അറിവായിരിക്കണം ഒരു സമൂഹത്തെ നയിക്കാൻ. തോന്നലുകൾ പൈശാചികതയാണ്. അതാ പറയുന്നത് പിശാചിനോട്, നിന്റെ തോന്നലുകൾ കൊണ്ട് ഒരു സമൂഹത്തെ നീ പ്രകോപിപ്പിച്ചു. പക്ഷേ നീ എന്ത് ഇതും നിനക്ക് ചെയ്യാൻ പറ്റുന്ന വാഗ്ദാനങ്ങളൊക്കെ നീ ആ ജനതയ്ക്ക് ചെയ്തോ. പക്ഷേ ഒമാ എഴുതും ഇല്ല ചെയ്താവില്ല ഉറവ ഒമാ എഴുതു ചെയ്ത പിശാച് വെറും വഞ്ചനകളും വ്യാമോഹങ്ങളും അല്ലാതെ ഒന്നും ആളുകൾക്ക് ഒരു വാഗ്ദാനവും കൊടുക്കുന്നില്ല. പ്രവർത്തനത്തിനല്ലാതെ ലോകത്ത് ഒന്നും കിട്ടൂല. ഇവര് വെറുതെ വ്യാമോഹിപ്പിക്കുക. മക്കളെ ദോർന്നിരുന്നോളി, അത് കിട്ടും, ഇത് കിട്ടും, മറ്റത് കിട്ടുന്ന ഒന്നും കിട്ടൂല. അതാ പിശാചിന്റെ വാഗ്ദാനങ്ങളാണത്. പിശാച് വാഗ്ദാനം ചെയ്യാനത് വേണ്ട കിട്ടുക. അപ്പൊ അനുമാനങ്ങളാണ്, സങ്കല്പങ്ങളാണ്, തോന്നലുകളാണ്. പക്ഷെ ഖുർആൻ പറയുന്നത് അനുമാനങ്ങളും സങ്കല്പങ്ങളും തോന്നലുകളുമല്ല, അറിവാണ് വേണ്ടത്. അറിവിലൂന്നിയ കാര്യങ്ങൾക്ക് ലോകത്ത് വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എന്താ വിജയിക്കണത്? അറിവിനല്ലാതെ ലോകത്തെന്താണ്? ഞാൻ എൻ്റെ ഒരു സ്വാമിയുടെ പ്രസംഗം കേട്ടു. ഞാൻ അങ്ങനെ അന്തം വിട്ടുപോയി. സങ്കല്പങ്ങളാണ് അധിക മനുഷ്യരും ലോകത്ത്. ഖുർആനാണല്ലോ ഈ പറയുന്നത്. ഇനുഹും ഇല്ല യദുന്നൂൻ, ഇനുഹും ഇല്ല യഹ്റുസൂൻ, വൈനുഹും ഇല്ല അമാനിയ. 3 വാക്കാ ഖുർആനെ ഉപയോഗിച്ചു. ഊഹങ്ങള്, അനുമാനങ്ങള്, സങ്കല്പങ്ങള്, തോന്നലുകള്, ഇതാണ് മനുഷ്യനെ നയിക്കുന്നത്. ഇൽമല്ല, അറിവല്ല. അയാൾ പറഞ്ഞു ജ്ഞാനമാണ് ലോകത്തെ നയിക്കേണ്ടത്. ഒരു സ്വാമി, ഖുർആനാണല്ലോ ഈ പറയുന്നത്. അന്തം വിട്ടുപോയി. ലോകത്തെ അനുമാനങ്ങളാണ്. ഖുർആൻ ആക്ഷേപിച്ചു പറഞ്ഞത് വൈനുഹും ഇല്ല യഹ്റുസൂൻ. അവര് മതിപ്പ് കണക്കാക്കുകയാണ്. എങ്ങനെ കിട്ടുന്നില്ല മതിപ്പ്. അതാണ് യഹ്റുസൂൻ എന്ന മതിപ്പ്. ഇല്ല അമാനിയ, വ്യാമോഹങ്ങൾ മാത്രമാണ് അവർക്ക്. ഇല്ല യദുന്നൂൻ, വലിയ ഊഹങ്ങളല്ലാതെ അവർക്ക് വേറൊന്നുമില്ല. ഒക്കെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ എത്ര, ഇങ്ങനെ എത്ര, അങ്ങനെ കിട്ടത്ര, ഇങ്ങനെ കിട്ടത്ര, ഈ ഊഹങ്ങളല്ലാതെ ഇൽമ്, അറിവ് നയിക്കുന്ന അറിവാണ് മനുഷ്യനെ നയിക്കേണ്ടത്. ആ അറിവ് എവിടുന്ന് കിട്ടണം? അത് ദൈവികമായി കിട്ടണം. ആ ദൈവികമായ അറിവാണ് മനുഷ്യനെ നയിക്കേണ്ടത്. പക്ഷേ ഊഹങ്ങളാണ് മനുഷ്യനെ നയിക്കുന്നത്. അതാണ് ഒരാളുടെ ഒരു ക്ലാസ് ഇങ്ങനെ ഞാൻ കേട്ടു, ഭയങ്കര അത്ഭുതപ്പെട്ടു. ഖുർആനാണല്ലോ, ഗീതയാണെങ്കിലും അയാൾ പറയുന്നത് ഖുർആനാണല്ലോ എന്ന് അതിശയിച്ചു പോയി. അതാണ് വേദങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് ഒന്നാണല്ലോ പറയുന്നത് എന്ന തോന്നലുണ്ടായി. അതാണ് അറിയാതെ കേട്ട ഒരു ചൈതന്യ ഏതോ പറയുന്ന ഒരു സ്വാമി. ഇത് ഇങ്ങനെ പൂർണ്ണ അപ്പൊ അറിവാണ് ലോകത്തിനെ നയിക്കേണ്ടത്. അപ്പൊ അറിവ് കൊണ്ടല്ലാതെ, ജ്ഞാനം കൊണ്ടല്ലാതെ ലോകത്തിനെ നയിക്കാനേ കഴിയില്ല. അപ്പോൾ ഈ രൂപത്തിൽ ഖുർആനിന്റെ ഓരോ പദങ്ങളുടെയും ഓരോ വചനങ്ങളുടെയും വായന നടത്തിയേ മതിയാവും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറയണതെന്ന് പറഞ്ഞാല്, ഇത് എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും കുറച്ച് കായ് എന്നെ സുഖിപ്പിക്കാനൊന്നല്ല. ഇനി അത് നിങ്ങളോട് പറയാം. അള്ള വേറെ ആയിട്ട് നോക്കണം. ഇത് ആരെങ്കിലും മുതൽ പറഞ്ഞു പോയിരുന്ന കാര്യമാണിത്. പൂർവികരോട് പറഞ്ഞതല്ലാത്ത ഒന്നും നിന്നോട് പറയുന്നില്ല എന്ന് ഖുർആൻ പറയാം. ആ യുക്കാലിലൊക്കെ ഇല്ലാമാക്കാതെ കീലമീൻ കബലിക്കാം. പൂർവികരോട് പറഞ്ഞതല്ലാത്ത ഒന്നും നിന്നോട് പറയപ്പെട്ടിട്ടില്ല. ഷറാലക്കും മിനദ്ദീനിമ വസ്താബിഹി നോഹൻ ഇബ്രാഹിമോ മൂസ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പൂർവിക പ്രവാചകന്മാർക്കൊക്കെ കൊടുത്ത ശരീരം തന്നെയാണ് നടക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഇതിലുള്ളവർക്ക് ആയിഷാക്കും മൈമൂനാക്കുള്ള ആയത്ത്. ആയിഷപ്പോ ഏതെങ്കിലും അനസിനോട്, അനസെന്ന കുട്ടിയാണ്, സൽമാൻ ഫാരിസിനോട് വർത്താനം പറഞ്ഞ് വിട്ടിരിക്കുകയാണോ? അതല്ല ഹസാന ബിൻ സാബിത്തിനോട് മുണ്ടി പറഞ്ഞ് വിട്ടിരിക്കുകയുണ്ടോ? അപ്പൊ ആയത്ത് എന്താ പോലെ കുടിയിൽ വെച്ചിരുന്നത് തക്കാളിയും പയറും പച്ചമുളകും. എന്നാ ഇത് ആയത്ത്. മീൻ തിന്നോളി, ഇറച്ചി തിന്നോളി, മറ്റേ തിന്നോളി എന്നാണ് ആയത്ത്. എന്തായത്ത്? അപ്പൊ ഇതിൽ തഹാമ് എന്ന് പറയുമ്പോൾ ആക്കലോട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്താ തിന്നണത്? കാലിലോട്ട് എന്താ, ഏത് കേങ്ങ മാറ്റി തിന്നണത്? തലയുടെ മുകളിൽ നിന്ന് എന്താ? ഇവർ പറയുന്ന ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നു. എന്താ ഇറങ്ങാത്തുന്നപ്പോ? ലോകത്ത് പട്ടിണി കൊണ്ട് നരകിക്കുന്ന ഒരു സ്കെൽറ്റ്, വെറും സ്കെൽറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ ലോകത്ത്. എത്ര അതിനൊക്കെ ഫോട്ടോ കണ്ടാൽ തന്നെ പാവം തോന്നും. എന്താ അള്ള ഇറങ്ങാത്തത്? എന്താ അള്ളാഹു എന്താ അത്ര ക്രൂരൻ?
എന്താ എവിടെ ഒരു റൊട്ടിപ്പൊട്ട് ഇറക്കാത്തത് അല്ലാഹു? ഐശ്വര്യപൂർണമായി ജീവിച്ച പിന്നെ ഈസാ നബിയുടെ സമൂഹത്തിനല്ലല്ലോ ഇറക്കി കൊടുക്കേണ്ടത്. സോമാലിയയിലും എത്യോപ്യയിലുമാണല്ലോ ഇറക്കേണ്ടത്. എന്താ ഇറക്കാത്തത്? വെറുതെ പറയാണ്. ഇതാണ് വ്യാമോഹങ്ങളല്ലാതെ ലോകത്തിന് ഒന്നും കൊടുക്കണില്ല. കൊടുത്താൽ കിട്ടും ആറ്റക്ക്, അല്ലാതെ കിട്ടൂല മക്കളെ. അപ്പൊ ഇതാണ് ഇങ്ങനത്തെ വെറുതെ അക്കലു എന്ന് പറയുമ്പോ തകാമെന്ന് പറഞ്ഞോ. തകാമെന്ന് പറഞ്ഞ ഫുഡ് ഇതാണ്. ഈ ഖുർആന് ഇൽമാണ് ഫുഡ്, അറിവാണ് ഫുഡ്, അറിവാണ് ഭക്ഷണം. ഫുഡ് ഫോർ തിങ്ക് എന്നൊക്കെ പറയും ഇംഗ്ലീഷില്. ചിന്തയിലേക്കുള്ള ഭക്ഷണം, അതാണ് ഭക്ഷണം. ആമാശയത്തിലേക്കുള്ള ഫുഡല്ല. ഇവർക്ക് വെറും ഉദരപൂരണം മാത്രമേ അറിയുള്ളൂ. വിജ്ഞാനം ഒരു ലോകത്തിന് അറിവ് കിട്ടിയാൽ അതിന്റെ ഗുണഫലം ഒരു നേരത്തെ ആഹാരത്തെക്കാളൊക്കെ എത്രയോ ഉന്നതമാണെന്നറിയില്ല. അറിവില്ലാത്ത ജനതയാണ് ഈ ആഹാരത്തിന് പ്രയാസപ്പെടുക. സംസ്കരിക്കപ്പെടുകയും അറിവ് നേടുകയും ഒരു ജനത ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല. അത് ആ ചരിത്രം തന്നെ തെളിവല്ലേ. നമ്മള് 50 കൊല്ലം മുമ്പ് ഇതിന്റെ 4/1 ജനസംഖ്യയല്ല കേരളത്തിൽ, അല്ലേ? 4/1 ജനസംഖ്യയല്ല. ഉണ്ടോ? ഇല്ല. അന്ന് താളും മുരിങ്ങി കഞ്ഞി കുടിച്ച സമയമുണ്ടോ? ഒരു ചോറിച്ച സമയമുണ്ടോ? ഇന്ന് ആർക്കാ ഫുഡ് വേണ്ടത്? ആർക്കും വേണ്ട. ബിരിയാണി വേണ്ടതില്ല, വെറുഞ്ഞോറ് ദേശങ്ങളെ ആർക്കണ്ട ഫുഡ് വേണ്ട. ജനസംഖ്യ എത്ര കൂടി. അതാണ് അറിവും ജ്ഞാനവും ഒരു ജനത കിട്ടിയാൽ ആ ജനത സ്വയം പര്യാപ്തരാവും. എന്താ അന്ന് ഒരു മീൻകാരനെ കണ്ട പിന്നാലെ കൂടല. ഞങ്ങളെ കുട്ടികളൊക്കെ ഈ കോവിഡ് സൈഡിൽ തുപ്പല കിട്ടിയ പോലെ സൈക്കിളിൽ ഒരു മീൻകാരനെ കണ്ട അത്ഭുതമാണ്. ഇന്ന് നിങ്ങൾക്ക് എത്ര കിലോ മീനാ വേണ്ടു? എത്രയോ വേണ്ടു? അതാണ് ജ്ഞാനവും അറിവും ലോകത്തിന് കിട്ടിയാൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് വരും. അവിടുത്തെ ആഹാരങ്ങൾ തന്നെ വരും. അത് ജ്ഞാനത്തിന്റെ മഹത്വം എത്രയെന്ന് ഈ ജനതക്ക് അറിയോ? ഇന്ന് 10 കൂട്ടം തുണി കുപ്പായൊക്കെ ഇല്ലാത്ത സേമാക്കാർക്കൊക്കെ എണ്ണ തരില്ല. എന്താ ഇല്ല. എവിടുന്ന് വന്നു ഇത്? എവിടുന്ന് വന്നു? എത്ര ലോറിക്കണക്കിന് മീനാ വരുന്നത് ദിവസം? എവിടുന്നത്? അന്ന് ആഴ്ചക്കോ മാസത്തിലോ ഒരു മീൻകാരനെ കാണുക. അന്ന് ഒരു മീൻ വാങ്ങി അന്ന് കൂടിയത് അല്ല, ഇന്ന് മീൻകറിയുണ്ട്. എന്താ സന്തോഷം! അതാണ് എവിടുന്ന ഇത് വന്നത്? എവിടുന്ന ഈ മീൻ പെറ്റുപെരുകിയത്? എവിടുന്ന? അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ജനതക്ക് അറിവ് കിട്ടിയാൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് എത്രയെന്ന് അറിയില്ല. അപ്പൊ ജ്ഞാനമാണ്, അറിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന ഈ തിരിച്ചറിവ് ലോകത്തിന് കൊടുത്തത് ഖുർആനാണ്. അതറിയുന്നത് ഒരു ഗ്രന്ഥത്തിലും ഞാൻ കണ്ടിട്ടില്ല. ശാസ്ത്രം, അറിവ് എന്നതാണ് ശാസ്ത്രം. ആ അറിവ് എന്നല്ല, ശാസ്ത്രത്തിന്റെ മറ്റൊരു വാക്കാണ് അറിവ്. അറിവിന്റെ മറ്റൊരു സാങ്കേതിക പദമാണ് ശാസ്ത്രം എന്നുള്ളത്. അതിന്റെ അറബി വേറാണ് ഇൽമ്. അറിവിനാണ്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവിനെ ഇത്രമാത്രം, ശാസ്ത്രത്തെ ഇത്രമാത്രം പറഞ്ഞ ഒരു ഗ്രന്ഥം ലോകത്തുണ്ടോ? ഇത് വെറുതെ ഖുർആനോടുള്ള അന്ധമായ പ്രേമം കൊണ്ട് പറയുന്നതല്ല. അറിവിനെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിച്ച ഒരു ഗ്രന്ഥം ലോകത്ത് ഖുർആനല്ലാതെ എന്തോന്നുള്ള സംശയമാണ്. അത്രമാത്രം ജ്ഞാനത്തെ, അതാണ് അറിവ് കിട്ടിയാൽ ഒരു ജനത അതാണ് പറഞ്ഞത്. അറിവ് കിട്ടിയാൽ അകലുമിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. അവർക്ക് കഴിക്കാം അതിന്റെ സുഖങ്ങൾ, അതിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർക്ക് അനുഭവിക്കാം. അതിന്റെ മഹത്വം തിരിച്ചറിയണം. അതിന് ഈ ജനത അറിവിനെ കുറിച്ച് അറിയുന്നില്ല. അറിവ് എന്താണെന്നുള്ളത് ഈ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണേയില്ല. വെറും അനുകരണമാണ്. അനുകരണത്തെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ സമൂഹം പഠിപ്പിക്കപ്പെടുന്നത്. എന്തിനാ? ഉലുൽ ഇൽമ്, അറിവുള്ളവൻ, അറിവിന്റെ മഹത്വം തിരിച്ചറിയണം ഈ സമൂഹം. അത് ഈ ഖുർആനിലൂടെ തിരിച്ചറിയണം. ഇങ്ങനെ ഓരോ രംഗത്തും ബാക്കികളോട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അതിങ്ങനെ നമ്മളെ കുട്ടിക്കാലവും നിന്നും അന്നൊക്കെ കല്യാണത്തിന് എവിടെയെങ്കിലും കല്യാണത്തിന് വിളിച്ചിട്ടില്ലെങ്കിലും പോകും. വിളിക്കണം, മരുന്ന് വിളിച്ചാൽ പോകും. അവിടെ
എങ്ങനെയെങ്കിലും 2 പച്ചയ്ക്ക് 2 പച്ച ബിരിയാണി തിന്നിട്ട് ഓടില്ല, ഇതൊക്കെ അച്ഛൻ പോയിക്കോ, കുട്ടികളെ പറഞ്ഞില്ല. അന്ന് അങ്ങനെയല്ലേ, എവിടെയെങ്കിലും ഒരു പാട്ട് വെച്ച് വെച്ചാൽ മതി, എങ്ങനെയെങ്കിലും പിന്നെ 10 കൂടി പോവുകയാണ്. അപ്പൊ അതാണ് മനുഷ്യന് കേരളം അറിവിന്റെ രംഗത്ത് സാങ്കേതിക വിദ്യകൾ വന്നു. ഈ അറിവിന്റെ ഭാഗമായിട്ട്, അതിന്റെ ബൈ പ്രൊഡക്റ്റായിട്ട്, ആ ബൈ പ്രൊഡക്റ്റ് സാങ്കേതിക വിദ്യകൾ, ശാസ്ത്ര പുരോഗതികൾ ഒക്കെ വന്നപ്പോ ഇതിന്റെയൊക്കെ ഉത്പാദനം കൂടി. മറ്റൊന്ന് 4 പെണ്ണുങ്ങളിൽ നിന്നിങ്ങനെ കുത്തിന്നെ 1 കിലോ അരി കിട്ടാം, നേരം പൊഴുക്കോളം കുത്തി തന്നെ പറ്റാം, കുത്തിയിട്ട് ചേറി 1 കിലോ അരി കിട്ടുമ്പോഴത്തേക്ക് തളരും. ഇന്ന് 1000 കിലോ 1 മണിക്കൂർ കൊണ്ട് മെഷീനിൽ ഇട്ടിട്ട് മറ്റൊരു ചരക്ക് ഇങ്ങോട്ടാക്കി തുന്നിയിട്ട് 1 തുണി കിട്ടിയാക്കിട്ട് ഇന്ന് ഫാക്ടറിയിൽ ലോഡ് കണക്കിന് സെക്കൻഡ് കൊണ്ട്. ഇതാണ് മനുഷ്യന്റെ അറിവ്. ഒരു ജനതയ്ക്ക് അറിവ് കിട്ടിയാൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് എത്രമാത്രമാണെന്ന് പറയാൻ പറ്റൂല. അതാണല്ല അക്കലും പൗക്കിയും തഹത്തി അർജുനയും. അവർക്ക് തിന്നാം, ഇഷ്ടം പോലെ അനുഭവിക്കാം. ഇപ്പൊ നമുക്ക് മനസ്സിലായോ എന്താ ആയത്തെന്ന്? ഒരിക്കൽ എന്നോട് ചോദിച്ചതാ ആ ആയത്തിന്റെ അർത്ഥം എന്താ. ഞാൻ പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എന്നോട് ഒരിക്കൽ ചോദിച്ചു ആ ആയത്തിന് എന്താ അർത്ഥം. മോളിന്നും കാലിലോട്ടൊന്നും തിന്നാൻ. എന്നിട്ട് അർജുന എന്ന് പറഞ്ഞാൽ കാലെന്നെയാണ്. വംശവും ഊർജിക്കുമ്പോ അർജുന കാലല്ലേ, അത് കാലുകളികൾ തന്നെയാണ്. എന്താണ് ഈ കാല്? എന്താണ് കാല്? എന്ന് പറയുമ്പോൾ ഇവര് ഈ കാലിനെ കാണാനേ എന്താ പിന്നെ പറയാം. ഇപ്പോഴും ഈ തലകളും കാലുകളും ഞെരിയാനി വരെ കഴുകുക. ഫസ്റ്റ് എങ്ങനെ തലക്ക് ഞെരിയാനുണ്ടോ എനിക്കറിയില്ല. തലകളും കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. അവിടെ ഒപ്പിക്കാനാണേ. കാരണം തലകളൊന്നില്ലേനും പരിധിയില്ല, കഴുകണമെന്നില്ല, ഒന്നുമില്ല. വംശഹൂസിക്കുമ്പോ അർജുനക്കുന്ന ഈ അർജുന് എന്താണ് കിട്ടുന്നില്ല, മധുരാണോ മൊസിലാണോ എന്ന് കിട്ടുന്നില്ല. അപ്പോ വംശഹൂസിക്കുമ്പോ അർജുനക്കുന്ന കാലുകളും തലകളും കാലുകളും ഞെരിയാനും ഉൾപ്പെടെ കഴുകുക. ഇന്നതാവുന്ന എനിക്ക് പറഞ്ഞെന്നാണ് എനിക്കറിയില്ല. ഈ വംശഹൂക്കാണോ എന്തിനാണ് അർത്ഥം കിട്ടിക്കുന്നത്? ഈ കഴുകുക എന്നുള്ളത് എവിടുക്കാം? അതിന്റെ വചനം ഇതാണ്. വംശഹൂബി റൂസിക്കുമ്പോ അർജുനക്കും ചിലക്കാണ്. വംശഹൂൽക്കാണ് പോണത്, തടവുകയെന്നാ കിട്ടേണ്ടത്. തല തടവുകയെന്ന് വെച്ചാൽ കാലെന്താന്ന് കിട്ടൂല. അപ്പൊ കാരണം കൽപ്പന വംശഹൂന്നുണ്ട്. വംശഹൂന്നുള്ള കൽപ്പനയേ ഉള്ളൂ അവിടെ. അത് തലയിലേക്ക് കൊണ്ടുപോകണോ അർജുനലേക്ക് കൊണ്ടുപോകണോ എന്ന് അറിയുന്നില്ല. ഇത് ആകെ അവിടെ ഒരു കലക്കസമാവാത്തിയാണ്. അപ്പോ ഒറ്റ മറിയല. തലകളും കാലുകളും ഞെരിയാനും ഉൾപ്പെടെ കഴുകുക. നീ ബാക്കിങ്ങൾ പറഞ്ഞാൽ മതി, എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ കഴുകാന്നുണ്ടെങ്കിൽ ഏതാ വാക്ക് എനിക്ക് മനസ്സിലായില്ല. വംശവും ആണെങ്കിൽ അതിന് പറ്റൂല. തടവുകളാണെങ്കിൽ കിട്ടും. അപ്പൊ ഈ കാല് തടവല് അത് കിട്ടും, മനസ്സിലാക്കാൻ പറ്റണില്ലേ? അപ്പൊ അതാ പ്രശ്നിക്കുന്നത്. കാല് കഴുകലും കിട്ടണം, തല തടവലും കിട്ടണം. ഇതൊക്കെപ്പാടെ കിട്ടിയപ്പോഴത്തിന് കാലുകളും തലകളും കഴുകലായി മാറുകയും ചെയ്തു. പാവം. നിസ്സാരമായ ഒരു പ്രശ്നമാണെങ്കിലും അറിയില്ലെങ്കിലും മിണ്ടാതെ അവിടെ കുത്തിരിക്കുക. അതാ നിങ്ങൾ എന്നോട് പലതും ചോദിക്കുമ്പോ അറിയില്ലെങ്കിൽ ഞാനത് മിണ്ടാതിരിക്കല, പിന്നെ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ ആകാന്ന് പറഞ്ഞിട്ടെങ്കിലും കഴിച്ചിലാകലാണ്. കാരണം ആ ഒരു വിവരം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് മോശമല്ലത്. ആളുകളെ വിചാരം എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കുറവാന്നാ വിചാരിച്ചു. കുറവല്ലത്, അറിയില്ല. ലോകത്തെ എല്ലാം അറിയുന്നവരാരാ? നിങ്ങളുടെ അറിവ് എനിക്കുണ്ടോ? ചുരുക്കി പറയാം, നിങ്ങൾക്ക് അറിയുന്ന അറിവ് എനിക്കുണ്ടോ? ഇല്ലല്ലോ. ഒരു കുട്ടിയുടെ അറിവ് എനിക്കുണ്ടോ? ഇല്ലല്ലോ. ഒരു UKG പഠിക്കണ കുട്ടിയുടെ അറിവ് ഒരു MA പഠിക്കുന്ന ആൾക്കുണ്ടോ? ഇല്ല. എല്ലാ അറിവില്ല. അത് വെറുതെ തോന്നാണ്. അപ്പൊ അറിവ് എന്ന് പറയുന്നത് വെറുതെയാണ് ഒരാൾ പറയുന്നത് എനിക്കെല്ലാം അറിയാം. എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് ഒന്നും അറിയില്ല എന്നതിന്റെ അർത്ഥം. സമം എനിക്കെല്ലാം അറിയാം, സമം ഒന്നും അറിയില്ല. കാരണം ജ്ഞാനം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത് എത്രയാണെന്ന് എനിക്കറിയില്ല. ഖുർആനിന്റെ ജ്ഞാനം എത്രയെന്നത് ഈ ഒരു ഇന്ന് ഉന്നതമായ ചിന്തകളെന്ന് ലോകത്തുണ്ട്.
അപ്പൊ അസ്തിത്വവാദമാണെന്ന് യൂറോപ്പിൽ ഏറ്റവും ഉന്നതമായ ചിന്തയാണത്, അസ്തിത്വവാദം. അവിടെ വരെ ഖുർആനാണ് ഞാൻ പറയുന്നത്. അതിനെ വരെ മറികടക്കാൻ ഖുർആന അത് ഒരു ക്ലാസ്സായിട്ട് തന്നെ പറയണം. ലോകത്ത് ഉയർന്നു വന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജ്ഞാനമാണ് ഈ കോൺസ്റ്റന്റ് തിയറിയും പിന്നെ ബിഗ് ബാങ് തിയറിയും സിദ്ധാന്തമൊക്കെ പോയി, അതൊക്കെ ലോകം തള്ളി. ഇന്ന് യൂറോപ്പിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ ചിന്തയാണ് അസ്തിത്വവാദം. അവിടെ വരെ ഖുർആൻ വേറിട്ട് നിൽക്കണമെന്ന് എന്റെ അഭിപ്രായം. സാർത്ര എന്ന് പറയുന്ന ഒരാളുടെയും അങ്ങനെ അയാളുടെയൊക്കെ നേതൃത്വത്തിൽ വന്ന യൂറോപ്പിലുള്ള വോൾട്ടയറിന്റെ ചിന്തകളിൽ നിന്ന് അതിഭയങ്കര ചിന്തകളായിരുന്നു വോൾട്ടയർ. യൂറോപ്പിന്റെ ശില്പി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഉന്നതമായ ചിന്തകളാണ് വോൾട്ടയറിന്റെ. അതിനെ മറികടക്കുന്ന ഉന്നത ചിന്തകളാണ് ഇന്ന് യൂറോപ്പിൽ നടക്കുന്നത്. അസ്തിത്വവാദം. രണ്ട് മഹാന്മാരായ ചിന്തകന്മാരാണ് ഈ വാദത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ. അവിടെ വരെ ഖുർആനാണ് ദൈവസങ്കല്പത്തില്, അവിടെ വരെ ഖുർആനാ വേറിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ്. അപ്പൊ അറിവ് എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നെ വേണം, പഠിക്കുന്ന വേണം, മനസ്സിലാക്കുന്ന വേണം. ഈ അറിവിന്റെ ഒരു വാതായനം തുറന്നു വരികയാണ്, വാതിലുകൾ തുറന്നു വരിക, അറിവിന്റെ വാതിലുകൾ തുറന്നു തരികയാണ് ഖുർആൻ ചെയ്യുന്നത്. അല്ലാതെ വിജ്ഞാനത്തിന്റെ ഓരോ ശാഖകളിൽ അവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറയുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. അറിവിന്റെ വാതായനങ്ങൾ, വാതിലുകൾ. ആ വാതിലുകൾ നിങ്ങൾ തുറക്കുമ്പോഴൊക്കെ അവിടേക്ക് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ദീനായിരിക്കണം. ഇതാ ഖുർആന് പറയാനുള്ളത്. നിങ്ങൾ മെഡിക്കൽ സയൻസിൽ ഏത് ജ്ഞാനം നേടിക്കോളൂ, പക്ഷെ അവിടെ ദീന് വേണം. ദീനില്ലെങ്കിൽ അത് പോയി. നിങ്ങൾ എഞ്ചിനീയറിംഗിൽ എന്ത് ജ്ഞാനം നേടിക്കോളൂ, കണ്ടുപിടുത്തങ്ങളിൽ എന്ത് ജ്ഞാനം നേടിക്കോളൂ, ബാക്കി പുരോഗതിയുടെ ഏതൊക്കെ മേഖലകളും ഏതൊക്കെ വാതിലുകളും നിങ്ങൾ തുറന്നു പോയിക്കോളൂ. അതിനൊന്നും ഖുർആൻ എതിരല്ല. പക്ഷേ അവിടേക്ക് ദീൻ വേണം. ദീനില്ലാത്ത ജ്ഞാനം ലോകത്തിന് അപകടകമാണ്. അതാ ഖുർആന് പറയാനുള്ളത്. അതാണ് ഖുർആന് പറയാനുള്ളതാണ്. മെഡിക്കൽ സയൻസ് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ നശീകരണ പ്രവർത്തനത്തിനോ ആകരുത്. അവിടെ ദീൻ സൂക്ഷിക്കണം. നിങ്ങൾ ശാസ്ത്രീയമായ ഏത് ആയുധം കണ്ടെത്തിക്കോളും, കുഴപ്പമില്ല. പക്ഷേ അവിടെ ദീൻ വേണം. തന്റെ സഹജീവിയുടെ നാശത്തിനോ നശീകരണ പ്രവർത്തനത്തിനോ ആകരുത് അത്. നിങ്ങൾ എന്ത് രാസവളം, എന്ത് വളം നിങ്ങൾ കണ്ടുപിടിച്ചോളൂ, പക്ഷെ അവിടെ ദീന് വേണം. അങ്ങനെ അറിവിന്റെ ഏതേത് മേഖലകളിലേക്ക് നിങ്ങൾ ഉയർന്നു പോയിക്കോളൂ. അതിനൊന്നും ഖുർആൻ എതിരല്ല. ചിന്തിക്കുന്ന ഒരു ജനതയെയാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ ദീൻ കൈവിടരുത്. ദീൻ അവിടെ വേണം. അവിടെ സത്യസന്ധത വേണം, അവിടെ നീതിബോധം വേണം, അവിടെ ധർമ്മബോധം വേണം, അവിടെ കരുണ വേണം, അവിടെ നിസ്വാർത്ഥത വേണം, ചൂഷണം ഒഴിവാക്കണം, തന്റെ സഹജീവിയുടെ രക്തം ഊറ്റി കുടിക്കരുത്. ഇങ്ങനെ ഖുർആൻ പറയുന്ന അടിസ്ഥാന മൂല്യങ്ങൾ ഏതൊക്കെയുണ്ടോ ഈ ദീൻ ഇവിടെയൊന്നും കൈവിടരുത്. പക്ഷെ ഏത് മേഖലയിൽ എങ്കിലേ അത് ഗുണകരമായി ലോകത്തിന് മാറുകയുള്ളൂ. എന്താ പ്രശ്നം? എന്തിനാ ഖുർആൻ മാറ്റിവെക്കുന്നത്? എന്തിനാ ഖുർആൻ മാറ്റിവെക്കുന്നത്? ഖുർആൻ മാറ്റിവെക്കണോ? ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അവന് ഏത് ജ്ഞാനം നേടിക്കോട്ടെ, പക്ഷെ തന്റെ മുന്നിൽ വരുന്ന രോഗിയുടെ കീശയിൽ എത്രയുണ്ട് എന്ന് നോക്കി അവരെ ഏതൊക്കെ നിലക്ക് ചൂഷണം ചെയ്ത് തനിക്ക് അവന്റെ സ്വത്ത് അപഹരിക്കാമെന്ന ചിന്ത കൈവിടുന്നുകൊണ്ട് നിസ്വാർത്ഥമായി കരുണയോടുകൂടി നീതിയോടുകൂടി ആ രോഗിയോട് സമീപിക്കാനുള്ള ദീൻ എവിടുന്ന് കിട്ടണം? അതാ ഖുർആന് പറയാനുള്ളത്. അതാണ് ഖുർആന് പറയാനുള്ള. അത്രയേ ഉള്ളൂ. അതേ ഖുർആന് പറയാനുള്ളൂ. അല്ലാതെ അവിടെ അവൻ ഏത് കത്തി ഉപയോഗിക്കണം, അവനെ ഏത് മരുന്ന് ഉപയോഗിക്കണം, അവന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെയാണ് സ്ത്രീകൾ ഓപ്പറേഷൻ ചെയ്യണത്, സിസേറിയൻ നടത്തുന്നത്. ഇനി വേറൊരു രൂപത്തിൽ അടുത്ത തലമുറ. അതൊന്നും ഖുർആന്റെ വിഷയമല്ല. ഓപ്പറേഷൻ ചെയ്യാൻ ഇതിൽ ആയിട്ടുണ്ടോ? ഓപ്പറേഷൻ ചെയ്യേണ്ടത് നേരെ ക്രോസിനാണ്. കാല റസൂലുള്ളാഹി ആയത്തുണ്ടോ? എന്തൊക്കെ ഓടി ഇല്ല. അവിടെ ഇവനോട് പറയാനുള്ള ആയത്ത് ആ രോഗിയെ സമീപിക്കുമ്പോൾ
മോനെ അയാളെ ചൂഷണം ചെയ്യരുത്, അവന്റെ പോക്കറ്റിൽ എത്രയുണ്ട് കനമെന്ന് നോക്കരുത്, അവന്റെ വീട് വിറ്റിട്ടാണെങ്കിലും എനിക്ക് കാറിന് അടക്കാൻ കാശ് കിട്ടുമോ എന്ന് നോക്കരുത്. മരുന്ന് കമ്പനിക്കാർ അവരുടെ മരുന്നുകൾ വിറ്റഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരിൽ തരുന്ന മോഹന വാഗ്ദാനങ്ങൾക്ക് ഈ സാധുവിനെ ഇരയാക്കരുത്. പാവം ചെറിയൊരു പനി കൊണ്ട് വന്നാലും ഒരു 12 മരുന്ന് എഴുതി മെഡിക്കത്തിന് മരുന്ന് കമ്പനികൾക്ക് ഈ സാധുവിനെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കി കൊടുക്കരുത്. അതിന് 2 കാറ് കമ്മീഷൻ കിട്ടുമെന്ന് നോക്കരുത്. ഇതാ ഖുർആന് പറയാനുള്ളത്. ഓപ്പറേഷൻ എങ്ങനെ നടത്താം എന്ന് ഇതിലില്ല. അത് എങ്ങനെ അതിന് വേദനിപ്പിക്കാതെ നോക്കാന്നേ ഉള്ളൂ. ഒരു മൃഗത്തിനെ അറുക്കണ പോലെ വേദനിപ്പിക്കാതെ അറുക്കണം എന്നാ അവര് പറയാം. പക്ഷെ തന്റെ സഹജീവിയെ എറിഞ്ഞു കൊല്ലുമ്പോ എങ്ങനെ വേദനിപ്പിച്ച് കൊല്ലാന്നാ ബുഹാരി അതാ പറയുന്നത്. കഴുത്തിനൊപ്പം നിർത്തിയിട്ട് എറിഞ്ഞാൽ കൊല്ലുന്ന നിഷ്കരണം പാവം. അത് ഇവിടുന്ന് എറിയുമ്പോ ചോരങ്ങനത്ത് എറിയണോ. ഒരു ജീവിയെ കൊല്ലുമ്പോ മെല്ലെ വേദനിപ്പിക്കാതെ കൊല്ലണം നമ്മര് പറയും. ഇവരെന്നെ പറയും ഒരു മൃഗത്തെ കൊല്ലുമ്പോ അതിനാണ് അറുക്കണമെന്ന് ഇവര് പറയും. എന്താ തച്ചുകൊല്ലാത്തത്, എന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാത്തത് മറ്റു മതസ്ഥർ ചെയ്യുന്നത്? അത് വേദനിപ്പിക്കാതെ കൊല്ലാനാണ്. എന്നാ ആ ഒരു കാരുണ്യം എന്താ ഈ സഹജീവിയോട് ചെയ്യാത്തത്? ശിലായുഗത്തിലാണ് ഇവരൊക്കെ. ഇത് ശിലായുഗവും കഴിഞ്ഞു, ലോഹയുഗവും കഴിഞ്ഞു, പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ മറ്റേ യുഗം കഴിഞ്ഞു. വേറെ അതിന്റെ അടിയിലൊരു യുഗം കൊണ്ട് ഇപ്പൊ അണുയുഗമായി. ഇപ്പോഴും എറിഞ്ഞു അല്ലേ. ശിലായുഗത്തിലെ ശിക്ഷാരീതികൾ, ആയുധ രീതികളാണ് അതൊക്കെ. അതിപ്പോഴും നടപ്പിലാക്കുക പാവങ്ങള്. അങ്ങനെ എറിഞ്ഞു കൊല്ലലുണ്ടെങ്കിൽ തന്നെ ശിലായുഗത്തിൽ കല്ലല്ലാതെ വേറൊന്നും കിട്ടാനില്ല, ശിലകളല്ലാതെ വേറൊന്നും കിട്ടാനില്ല. അപ്പൊ ഒരാളെ എറിഞ്ഞു കൊല്ലുക. പിന്നെ മനുഷ്യൻ ആയുധം കണ്ടുപിടിച്ചു, ലോഹം കണ്ടുപിടിച്ചു, അപ്പൊ വെട്ടിക്കൊല്ലലാക്കി. പിന്നെ ഇത് കത്തിച്ചു വിടലായി, എന്ത് വെടിമരുന്ന്, അങ്ങനെ ഇട്ട് പടക്കം പൊട്ടിച്ച് കൊല്ലലാക്കി. അവിടുന്ന് പോയി മനുഷ്യൻ ഇപ്പൊ അറ്റോമിക് യുഗത്തിലാക്കി. ഇപ്പോഴും പഴയ എറിഞ്ഞു കൊല്ലലെന്ന്. അതന്നെ പൊട്ടത്തലല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആയുധം എടുത്ത് മുറിച്ചു കളയാൻ. ഞാൻ ഒരാളെ കത്തിയോണ്ട് കുത്തി, ആ കത്തിയാണ് പൊട്ടിച്ചു കള. പിന്നെ ഞാനിവിടെ ബാക്കിയല്ലേ. ഞാൻ ഒരാളെ ഈ കൈകൊണ്ട്, ഒരാളുടെ കാശ് ഈ കൈകൊണ്ട് ഞാനിട്ട ഈ കൈയെന്ത്, എന്റെ മനസ്സപ്പോഴും ബാക്കിയല്ലേ. തെറ്റ് ചെയ്യാനുള്ള എന്റെ മനസ്സപ്പോഴും ബാക്കിയല്ലേ. ഒരു ശിക്ഷാരീതി വരെ മര്യാദക്ക് നടപ്പാക്കാൻ നിയമമില്ലാത്ത ഖുർആനിൽ. ഒരു തെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധം വാങ്ങി പൊട്ടിക്കുക, അതിന്റെ എന്താ കാര്യം? ഞാൻ നിങ്ങളൊരു വടിയെടുത്ത് തച്ചു, ആ വടിയാണ് വാങ്ങി പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലൊരു വടി എടുത്ത് വന്നിട്ട് ഞാൻ തല്ലുന്നല്ലേ. നിങ്ങളെ അടിക്കാനുള്ള എന്റെ മനസ്സാണ് മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ വിഷയം പോയി. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞത് അറിവിന്റെ വാതായനങ്ങൾ, വാതിലുകളാണ്. അതാണ് ദീന്. ആ ദീനാണ് ഖുർആന് പറയാനുള്ളത്. അതെന്തിനാ മാറ്റിവെക്കണത്? ഇതെന്തിനാ മാറ്റിവെക്കണത്? ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ ഫസ്റ്റ് സെഷൻ ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു.